നമസ്കാരം. ഞാൻ ആദ്യം ഒരു ചിത്രം കാണിക്കാം. 2024 നവംബർ 11 ഒരു ചിത്രമാണ്. 18 വർഷം മുമ്പ് കാണാതായി എന്ന് പറയപ്പെട്ട തങ്ങളുടെ മകളുടെ തലയോട്ടി സ്വീകരിക്കുന്ന ഉമ്മയുടെയും ഉപ്പയുടെയും ചിത്രമാണ്. കേരള മനസാക്ഷിയെ ഉലച്ചു കളഞ്ഞ ഒരു ചിത്രം. അതിൻ്റെ പിന്നിലുള്ള സംഭവവികാസങ്ങൾ ഒരുപക്ഷെ ആശങ്കയുടെയും ആകാംക്ഷയുടെയും ആകസ്മികതകളുടെയും ഒക്കെ ആകത്തുകയാണ്. ഇപ്പോൾ ഈ ഘട്ടത്തിൽ ആ കോടതി വിധിയുടെ ഉത്തരവിൻ്റെ 122-ാം പേജിൽ പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് വായിക്കുകയാണ്. 2015 ജൂലൈ 16 കേസിൻ്റെ വിചാരണയും വിധിയും വന്നതിന് ശേഷമുള്ള ആ പരാമർശം. അവധി പോലും ഉപേക്ഷിച്ചാണ് ഈ കേസിൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സി ഷുക്കൂർ മുഴുവൻ സമയവും പ്രവർത്തിച്ചത്. മകളെ നഷ്ടപ്പെട്ട ആ ദമ്പതികളുടെ വിലാപം സ്വന്തം കണ്ണീരായി അദ്ദേഹം ഏറ്റുവാങ്ങി. പല്ലും നഖവും ഉപയോഗിച്ച് അദ്ദേഹം നീതിക്കായി പോരാടി. സാക്ഷാൽ ഷുക്കൂർ വക്കീൽ. നമുക്ക് സിനിമയിലൂടെ പരിചയമുള്ള ഷുക്കൂർ വക്കീലിൻ്റെ സിനിമയ്ക്ക് മുമ്പുള്ള ഒരു പ്രധാന ജീവിതകാലത്തെ സംഭാവനയാണ് ഈ കേസിലെ വിജയത്തിൻ്റെ ഒരു പ്രധാന പങ്ക് എന്ന് പ്രത്യേകം പറയേണ്ടതുണ്ട്. ഈ വീഡിയോയിൽ ഷുക്കൂർ വക്കീൽ നമുക്കൊപ്പം സംസാരിക്കാൻ എത്തിയിട്ടുണ്ട്. സ്വാഗതം ഈ പരിപാടിയിലേക്ക്. ഷുക്കൂർ വക്കീൽ എന്ന് മലയാളികൾക്ക് അറിയാവുന്ന ഷുക്കൂർ വക്കീലിന് മുമ്പും ചിലപ്പോൾ അറിയുന്നതിന് ശേഷവും ഒരു പശ്ചാത്തലമുണ്ട്. യഥാർത്ഥ വക്കീൽ എന്ന നിലയിൽ സമീപ ദിവസങ്ങളിൽ ചർച്ച ചെയ്യപ്പെട്ടത് സഫിയ കേസുമായി ബന്ധപ്പെട്ടാണ്. സഫിയ കൊലക്കേസുമായി ബന്ധപ്പെട്ടാണ്. എങ്ങനെയാണ് ഈ കേസിലേക്ക് എത്തിയത്? എന്താണ് ആ പശ്ചാത്തലം? ഈ കാസർഗോഡ് ജില്ലയിലെ അടുത്തുള്ള കർണാടകത്തിൻ്റെ പ്രദേശമാണ് കുടക്. ഈ കുടക് വളരെ ദാരിദ്ര്യമുള്ളൊരു സ്ഥലമായിരുന്നു. 2006 അവിടുത്തെ ഒരു ദിവസക്കൂലി 80 രൂപയാണ്. തോട്ടത്തിൽ പണിയെടുത്ത ഒരാൾ കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത്. വളരെ ദരിദ്രരായ മനുഷ്യരാണ്, എല്ലാവർക്കും ജോലിയുള്ള. അങ്ങനെയാണ് ഈ മൊയ്തു അതുപോലെ ആയിഷ, ഈ 2 പേരുടെയും മൂത്ത മകളാണ് സഫിയ. 6ാം ക്ലാസ് വരെ സ്കൂളിൽ പോകാൻ കഴിഞ്ഞുള്ളൂ. 6ാം ക്ലാസ്സിൽ കുട്ടി പഠനം നിർത്താനുള്ള കാരണം ദാരിദ്ര്യമാണ്. അങ്ങനെയാണ് അവരുടെ നാട്ടിലടുത്തുള്ള മൊയ്തു ഹാജി എന്ന് പറയുന്ന ഒരാൾ അവരോട് പറയുന്നത്, നിങ്ങളുടെ മകളെ കാസർഗോഡ് വീട്ടിലേക്ക് നിർത്തിയാൽ അവർ വിദ്യാഭ്യാസം കൊടുക്കും, അവിടുത്തെ ചെറിയ കുട്ടികളെ നോക്കുകയും ചെയ്യുക. സ്വാഭാവികമായിട്ടും ആ സമയത്ത് ഒരുപാട് കൊടകുന്ന കുട്ടികൾ കാസർഗോഡ് പ്രദേശങ്ങളിൽ വന്ന് ഈ വീട്ടിൽ സഹായിയായി നിൽക്കാറുണ്ട്. അങ്ങനെയാണ് ഹംസ എന്ന് പറയുന്ന മസ്തിക്കുടി എന്ന സ്ഥലത്ത്, കാസർഗോഡ് ജില്ലയിലെ ചെറുക്കളക്ക് അടുത്തുള്ള സ്ഥലത്തേക്ക് സഫിയ വരുന്നത്. സഫിയ വന്നു. ഈ കാസർഗോഡ് നിർത്തുന്നതായിരുന്നു വീട്ടുകാരോട് പറഞ്ഞത്. കാസർഗോഡേക്ക് നിർത്താനാണ് കൊണ്ടുവന്നത്. അങ്ങനെയാണ് ഹംസ ഈ കുട്ടിയെ, ഹംസയും അദ്ദേഹത്തിൻ്റെ ഭാര്യ മൈമൂന, 2 കുട്ടികൾ. ഈ ഹംസക്ക് കോൺട്രാക്റ്റ് ആണ് ഗോവയിൽ. കാസർഗോഡ് ഒരുപാട് ആൾക്കാർ ഗോവയിൽ കോൺട്രാക്ടേഴ്സ് ആയിട്ടുണ്ട്. ഈ കുട്ടിയെ ഹംസ ഗോവയിലേക്ക് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ചിട്ട് ആ കുട്ടി ഹംസ ഈ സഫിയാനെ ഗോവയിലേക്ക് കൊണ്ടുപോകുന്ന കാര്യം രക്ഷിതാക്കളെ അറിയിച്ചിരുന്നില്ല. അവരറിയാതെ കൊണ്ടുപോയത്. അത് വലിയ പ്രശ്നങ്ങളുണ്ടാക്കി. തിരിച്ചു കൊണ്ടുവരാനുള്ള പ്രശ്നം സംബന്ധിച്ച്. പക്ഷേ ഇവർക്ക് ഗോവയിലേക്ക് പോകാനുള്ള സാമ്പത്തിക ശേഷിയൊന്നുമില്ല. മോളെ കാണാൻ ഫോൺ വിളിക്കും. ഫോൺ വിളിച്ചാൽ തന്നെ കൃത്യമായി കുട്ടി മറുപടി പറയില്ല. അതൊക്കെ ആ കേസിൻ്റെ വിചാരണ ഘട്ടങ്ങളിൽ ഈ 1-2 സാക്ഷിയെ ഉപ്പയും ഉമ്മയും വിസ്തരിക്കുന്ന ഘട്ടങ്ങൾ അവർ പറയുന്നുണ്ട്. അത് കേസ് ഡയറി പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ അപ്പോഴൊന്നും ഇവർക്ക് ഭയങ്കര ദാരിദ്ര്യമാണ്. കാഞ്ഞങ്ങാട്ടേക്ക് വരാൻ 30 രൂപയോ 40 രൂപയോ മറ്റാണ് ബസ്സിൻ്റെ ചാർജ്. ആ പൈസ പോലും അവരുടെ കയ്യിലില്ല. അത്രയും ദാരിദ്ര്യമുള്ള മനുഷ്യരാണ്. അപ്പോൾ കുട്ടി രക്ഷപ്പെടും. ഇവർ പറഞ്ഞു, ഗോവയിൽ ഞങ്ങൾ കുട്ടിക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട്, മദ്രസ പഠിപ്പിക്കുന്നുണ്ട്, ദീൻ പഠിപ്പിക്കുന്നുണ്ടൊക്കെ പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും അത്തരം ഒരു അന്തരീക്ഷത്തിൽ കുട്ടിക്ക് നല്ല ഭക്ഷണം കിട്ടുമല്ലോ എന്നെങ്കിലും അവർ വിചാരിച്ചു. വലിയ സാമ്പത്തിക ശേഷിയുള്ള ഒരു വീട്ടിൽ കുട്ടിക്ക് 5 നേരം 3 നേരം 4 നേരം ഭക്ഷണം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അവരെ കൂടുന്നത്. അപ്പം ഒരു ദിവസം ഇയാൾ വിളിച്ചിട്ട് പറയുന്നുണ്ട്, ഡിസംബറിൽ മോള് നാട്ടിലേക്ക് വന്നിട്ടുണ്ട്, നിങ്ങൾ കുട്ടിയെ കാണാൻ വരണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഇയാൾക്ക് ഇപ്പം മൊബൈൽ സംവിധാനമില്ല. 2006 ഫോൺ കുറച്ച് അപ്പുറത്തൊരു വീട്ടിലേക്കാണ് ഫോൺ. ലാൻഡ് ലൈനിലേക്ക് ഫോൺ വന്ന് ഇവർ പോയപ്പോൾ ഒരു വീട്ടിലേക്ക് ഇയാൾ വരികയാണ്. അപ്പോൾ ഇയാളുടെ കയ്യിൽ പൈസയില്ല. ഇയാൾ കുറച്ച് ഉപ്പേൻ്റെ കയ്യിൽ മഞ്ഞൾ കളക്ട് ചെയ്തിട്ട് അതൊരു സ്ഥലത്ത് വിറ്റിട്ട് അടുത്ത വീട്ടിലെ ആളോട് മഞ്ഞൾ വാങ്ങി അത് വേറെ സ്ഥലത്ത് വിറ്റ് ആ ബസ്സിൻ്റെ പൈസയും കൊണ്ട് വരികയാണ്. ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. കാഞ്ഞങ്ങാട് എത്തി. അയാൾ ജുമാ നിസ്കരിച്ചു, ഒരു ഹോട്ടലിൽ കഞ്ഞി കുടിച്ചു. അയാൾ മോൾക്ക് നെല്ലിക്ക ഭയങ്കര ഇഷ്ടമാണ് സഫിയാക്ക്. അപ്പോൾ മോളെ കാണാൻ പോവാണ് ഇയാൾ. ഈ നെല്ലിക്കയും വാങ്ങിയിട്ട് അവിടെ കാസർഗോഡേക്ക് ബസ് ഇറങ്ങി. ആ വീട്ടിൽ ഇയാൾ എത്തുമ്പോൾ ഈ വീട്ടിൻ്റെ ഉടമസ്ഥ ഹംസ എന്ന് പറയുന്ന ആൾ ഉമ്മറത്തിരിക്കുന്നുണ്ട്, ഒരു കസേരയിലിരിക്കുന്നുണ്ട്, വേറെ ആൾക്കാർ. അപ്പോൾ ഈ ചെറിയ കുട്ടി അയാളെ കയ്യിലുണ്ട്, ഒരു ചെറിയ കുട്ടി. അയാളെ 2ാമത്തെ കുട്ടി, 2 കുട്ടികളെ അയാൾക്കുള്ളത്. അപ്പോൾ ഈ നെല്ലിക്ക ഇയാൾ ആ കുട്ടിയുടെ കൈ കൊടുത്തിട്ട് സഫിയാക്ക് കൊടുക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കുട്ടി വാങ്ങുന്നതിന് മുമ്പ് അതിൽ ഈ പെട്ടെന്ന് ഇയാൾ സഫിയ എന്ന് പറഞ്ഞിട്ട് ഇയാൾ വിളിച്ച്. അപ്പോൾ സഫിയ അങ്ങനെ എല്ലായിടത്തും നോക്കി. സഫിയ ഉണ്ടായിരുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ സിനിമയിൽ കാണുന്ന ഒരു ദൃശ്യം നമ്മുടെ മനസ്സിലേക്ക് വരും. അപ്പോൾ സഫിയനെ
തപ്പുക എന്നുള്ള പ്രയോഗമുണ്ട് നമ്മുടെ. അതെ. സെഫിയാനെ തപ്പിയല്ല ആ സ്ഥലത്ത്. അപ്പോൾ സെഫിയ ഇല്ല. അപ്പോൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അപ്പോൾ വെള്ളിയാഴ്ച ജുമ കഴിഞ്ഞിട്ട് ചെറിയ കുട്ടി ഇവരോട് കളിക്കുന്നുണ്ട്, എവിടെ പോയി? അങ്ങനെ അയാളൊരു വലിയൊരു രീതിയിൽ എല്ലാ സ്ഥലത്തും തപ്പി പരതി നോക്കി, കുട്ടിയില്ല. അങ്ങനെ വൈകുന്നേരം 5:30-6 മണി ആ സമയത്ത് ഇയാളെയും കൂട്ടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ പോകണം. ആദൂർ പോലീസ് സ്റ്റേഷനിൽ പോയി പരാതി കൊടുക്കുകയാണ്, കുട്ടിയെ കാണുന്നില്ല. ഹംസയും കൂടെ പോവാണ്. ഹംസയാണ് കൂട്ടി കൊണ്ടുപോകുന്നത്. അപ്പോൾ വേറെ 2 ആൾ വന്നു, അങ്ങനെ പരാതി കൊടുക്കുകയാണ്. പരാതി കൊടുത്തിട്ട് ഇയാൾ പറഞ്ഞ് അന്ന് കുറച്ച് വെയിറ്റ് ചെയ്ത് പിറ്റേ ദിവസം ഇയാൾ നാട്ടിലേക്ക് തിരിച്ചു പോയി, കൊടകിലേക്ക്. അപ്പോൾ ഇയാൾക്ക് ഈ ഭാര്യയോട് ഈ കുട്ടിയെ കാണുന്നില്ല എന്നുള്ള കാര്യം പറയാനുള്ള ധൈര്യമില്ല. കാരണം മൂത്ത മോളാണ്, താഴെ വേറെ 2-3 കുട്ടികളുണ്ട്. അപ്പോൾ എങ്ങനെ മോളെ കാണുന്നില്ല എന്ന് ഇയാൾക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ ഇയാൾ പറഞ്ഞ് ബക്രീദ് ആവാനുള്ള, വലിയ പെരുന്നാൾ ആവാനുള്ള സമയമായി, പെരുന്നാളിന് മോൾ ഇവിടത്തേക്ക് വരും. അപ്പോൾ അവർ ഹാപ്പിയായി, മോളെ ഡ്രസ്സൊക്കെ വാങ്ങിയിട്ട് പെരുന്നാളിന് വരുമല്ലോ, മോളെ കാണാമെന്നുള്ള പ്രതീക്ഷയായി. 2 ദിവസം കഴിഞ്ഞിട്ടാകുമ്പോൾ ഇവിടെ ആദൂർ പോലീസ് സ്റ്റേഷൻ ഇവരെ വിളിച്ചു, നിങ്ങൾ കാസർഗോഡേക്ക് വരണം, നിങ്ങൾ സ്റ്റേറ്റ്മെൻറ്റ് എടുക്കാൻ കുട്ടിയെ കാണാത്ത കാര്യത്തിൽ. അങ്ങനെ ഇവർ കാസർഗോഡ് പോലീസ് സ്റ്റേഷനിലേക്ക് പോകുന്നു. രണ്ടുപേരും പോയി. അപ്പോഴാണ് ഈ സ്ത്രീ ഈ കുട്ടി ഇല്ല എന്നുള്ള യാഥാർത്ഥ്യത്തിലേക്ക് സ്ത്രീനെ ഇയാൾ എത്തിക്കുന്നത്. അവർ ഭയങ്കരമായി വയലൻ്റായി. പോലീസ് സ്റ്റേഷനിൽ പോയപ്പോൾ പോലീസ് ഇവർക്ക് നേരെ ഭയങ്കരമായി ഷൗട്ട് ചെയ്യാൻ തുടങ്ങി. ഭയങ്കരമായിട്ട് അവരെ ലോക്കപ്പിലിടുന്ന, ഇയാളെ പിടിച്ച് ലോക്കപ്പിലിടുന്ന ഘട്ടത്തിലായി പോലീസ്. അപ്പോൾ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ ഹംസയാണ് ആദ്യം പോയി കയറുന്നത്. അവിടുത്തെ പോലീസുകാരോട് ഹംസ സംസാരിക്കുന്നത്, ഇവരെ കുട്ടിയെ വിറ്റു എന്ന രീതിയിലേക്ക് കാര്യങ്ങളെത്തി. ഉപ്പ ഉമ്മ കുഞ്ഞിനെ വിറ്റു, എന്നിട്ട് പണക്കാരനായ ഹംസയുടെ അടുത്ത് പണം പിടിക്കാൻ വേണ്ടിയിട്ട് എന്ന രീതിയിൽ കാര്യങ്ങൾ ഡൈവേർട്ട് ചെയ്തു. അപ്പോൾ ഇവർ ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു, ഇവർക്ക് വലിയ പ്രശ്നങ്ങളായി. അങ്ങനെ ഇത് കുറേ ദിവസമായിട്ട് കുട്ടിയെ കാണുന്നില്ല, പോകുന്നു, തങ്ങന്മാരുടെ അടുത്തേക്ക് പോകുന്നു, മന്ത്രവാദിയുടെ അടുത്തേക്ക് പോകുന്നു, ഒരുപാട് ആഭിചാര ക്രിയകൾ ചെയ്യുന്നു, കുട്ടി വരും എന്ന് പറയുന്നു. അങ്ങനെ ഈ വീട്ടിലെ എല്ലാവരും വളരെ ദൃശ്യ സിനിമയിലൊക്കെ നമ്മൾ കണ്ടതുപോലെ ഒരേ വാദമാണ്. കുട്ടി ഉണ്ടായിരുന്നു, തലേനാൾ കുട്ടി വന്നു, ഒരു കാറിലാണ് വന്നത്, ഈ വീട്ടിൽ ഉറങ്ങി, രാവിലെ കുട്ടി ഉണ്ടായിരുന്നു, ചോറ് കഴിക്കാൻ കുട്ടി ഉണ്ടായിരുന്നു, ഉച്ചയ്ക്ക് ശേഷം കുട്ടിയെ കാണുന്നില്ല. ഹംസൻ്റെ ഭാര്യ, ഹംസൻ്റെ ബന്ധുക്കൾ, അടുത്ത ഹംസൻ്റെ ബന്ധുക്കൾ എല്ലാവരും ഒരേ ടോണിലാണ് സംസാരിക്കുന്നത്. അങ്ങനെ പ്രാദേശിക പത്രത്തിൽ, കാഞ്ഞങ്ങാട് ഒരു പ്രാദേശിക പത്രങ്ങളിൽ ഈ വാർത്ത വരുന്നു. ഈ വാർത്ത 1-2 പൊതുപ്രവർത്തകരുടെ ശ്രദ്ധയിൽ വരുന്നു. ഒരു VKP സലാഹുദ്ദീൻ, പിന്നെ അമ്പലത്ര കുഞ്ഞികൃഷ്ണൻ, വിജയലക്ഷ്മി, അങ്ങനെ ആ പ്രദേശത്തുള്ള സാമൂഹ്യ പ്രവർത്തകർ, അവർ വാർത്ത കണ്ട് ഈ ഉമ്മയെ ബന്ധപ്പെടുന്നു. അങ്ങനെ ഇവരൊരു ആക്ഷൻ കമ്മിറ്റി ഉണ്ടാക്കുന്നു, സമൂഹത്തിൽ പലരും ഇടപെടുന്നു. മുസ്ലിം ലീഗ് ഒഴികെയുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ആക്ഷൻ കമ്മിറ്റിയിൽ വരുന്നു. മുസ്ലിം ലീഗ് വന്നില്ല, അതോ ഹംസ മുസ്ലിം ലീഗിൻ്റെ കാരണമാണ്. അപ്പം ആ പാർട്ടി ഒഴികെ ബാക്കി എല്ലാവരും അതിൽ പങ്കാളികളാകുന്നു. CPM ആണ് സംസ്ഥാനം ഭരിക്കുന്നത്, VS ആണ് മുഖ്യമന്ത്രി, കോടിയേരി ആഭ്യന്തരമന്ത്രി. അന്നത്തെ കാസർഗോഡ് SP ഒരു നടരാജൻ എന്ന് പറയുന്നയാളാണ്. പക്ഷെ അയാളെ സ്വാധീനത്തിൽപ്പെട്ട എന്തോ പോലീസ് ഹംസയുടെ പക്ഷത്തായിരുന്നു. അങ്ങനെ ഈ ഒരു ASI ഗോപാലകൃഷ്ണൻ ഈ കേസിൽ 5ാം പ്രതിയാണ്. പോലീസിൻ്റെ സ്വാധീനത്തിൽ ലോക്കൽ പോലീസ് വലിയ തോതിലെ കേസ് അട്ടിമറിച്ചു. അതായത് ഗോവയിൽ നിന്ന് കേരളത്തിലേക്ക് വരുമ്പോൾ ഒരു കാറിലാണ് വരുന്നത്. ഒരു ചെക്ക് പോസ്റ്റിൽ ഈ വണ്ടിയിൽ 5 ആൾ യാത്ര ചെയ്തതായിട്ട് രേഖപ്പെടുത്തി. കാറിൽ ആക്ച്വലി 4 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഈ ഗോപാലകൃഷ്ണൻ ആ ചെക്ക് പോസ്റ്റ് പോയിട്ട് അവിടെ തിരുത്തി. അത് അന്വേഷണ ടീം കണ്ടുപിടിച്ചു. CCTV ഒന്നും കാര്യമായിട്ടില്ല, CCTV ഇല്ല. ഈ ഡോക്യുമെൻ്റ് തിരുത്തി, ആ ഡോക്യുമെൻ്റ് രേഖയുണ്ട്. അങ്ങനെ ഈ ആക്ഷൻ കമ്മിറ്റി സജീവമായി. അവർ സെക്രട്ടേറിയറ്റിൽ കാസർഗോഡ് അവർ സത്യാഗ്രഹം തുടങ്ങി. വലിയ തോതിൽ ഒപ്പുമരുന്നില്ല പേരിൽ വന്നു, സുഗതകുമാരി അടക്കമില്ല ആൾക്കാരവിടെ വന്നു. അപ്പം ഞാൻ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ സജീവമായിട്ട് എനിക്ക് തോന്നുന്നത് അന്ന് ഞാൻ ഇതിലൊന്നും ഇടപെട്ടിട്ടില്ല. എന്തുകൊണ്ട് വാർത്തയൊക്കെ കാണുന്നുണ്ടായിരുന്നു, പക്ഷേ എന്തോ സാധാരണഗതിയിൽ അതിൽ ഞാൻ നേരത്തെ പറഞ്ഞില്ല, മുസ്ലിം ലീഗ് ആ സമരത്തിൽ ഉണ്ടായിരുന്നില്ല. ഒരു പക്ഷേ ഞാനന്ന് ലീഗിൻ്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുള്ള ആളാണ്, പക്ഷെ എന്തുകൊണ്ടോ ആ സമരത്തിൽ വന്നില്ല. ബാക്കി എല്ലാ പാർട്ടികളും, മഹിളാ അസോസിയേഷൻ, CPM, DYF എല്ലാവരും ഉണ്ടായിരുന്നു. പക്ഷെ ഭരിക്കുന്ന പാർട്ടിയായിട്ട് പോലും അതിനപ്പുറത്ത് ആ സമരം ഇടതുപക്ഷവും ഏറ്റെടുത്തില്ല. പക്ഷെ ഈ ആയിഷ എന്ന് പറയുന്ന സ്ത്രീൻ്റെ ഒരു പോരാട്ട വീര്യം അതിലുണ്ടായിരുന്നു. അവർ എൻ്റെ മോളെ കിട്ടാതെ ഞാൻ തിരിച്ചു പോകില്ലെന്നൊരു സ്റ്റാൻഡ് എടുത്തു. എൻ്റെ മോളെ കിട്ടിയിട്ടേ പോകുന്നുണ്ട്. അങ്ങനെ ഈ കോടിയേരിനെ ഇവർ പോയി തിരുവനന്തപുരത്ത് കണ്ടു, CM-നെ കണ്ടു, സെക്രട്ടേറിയറ്റ് സത്യാഗ്രഹം. കോടിയേരി അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിച്ചു, ലോക്കൽ പോലീസിന് മാറ്റിയിട്ട്. അത് 80 ദിവസത്തോളം നീണ്ടു അല്ലേ ഈ ഇവരുടെ സമരം? 1.5 വർഷത്തോളം നീണ്ടു. അല്ല, അതിനുശേഷമാണ് ക്രൈംബ്രാഞ്ചിന് ആദ്യത്തെ കുറേ ദിവസം ഒരു 19 ദിവസം കഴിഞ്ഞിട്ട് ക്രൈംബ്രാഞ്ചിന് വിട്ടു. ക്രൈംബ്രാഞ്ചിന് വിട്ടിട്ട് അല്ല, 1 വർഷം കഴിഞ്ഞിട്ടാണ് ക്രൈംബ്രാഞ്ചിന് വിടുന്നത്. 1.5 വർഷം സമരം ഉണ്ടായിരുന്നു. അപ്പോൾ ക്രൈംബ്രാഞ്ച് ഏറ്റെടുത്തു. ക്രൈംബ്രാഞ്ചിലെ DYSP സന്തോഷ് അവരെ കുറേ ആളെ വലയിട്ട് പിടിച്ചു. അങ്ങനെ അബ്ദുള്ള എന്ന് പറയുന്ന ഈ കേസിലെ
നാലാം പ്രതിനെ അവർ ചോക്ക് ചെയ്തു. അങ്ങനെ മണത്തിട്ട് ഈ അബ്ദുള്ളക്ക് ഈ സംഭവമായിട്ട് കണക്ഷൻ ഉണ്ടെന്ന് അവർക്ക് മനസ്സിലായി. അങ്ങനെ അയാളെ വീട്ടിൽ പോയി അയാളെ പൊക്കി. പിന്നെ ബാക്കി കേസ് ഡയറിയിൽ ഓരോ സംഗതിയും വളരെ വിശദമായിട്ട് പോലീസ് അന്വേഷിച്ച് അങ്ങനെ ഈ അംസയെ കിട്ടിയപ്പോൾ ഇതുവരെ ആക്ഷൻ കമ്മിറ്റിയുടെ ഭാഗമായി നിന്നിരുന്ന അംസ, പോലീസിൽ പരാതി കൊടുത്ത അംസയാണ് കുട്ടിയെ കൊന്നതെന്ന് പോലീസ് കണ്ടെത്തി. അത് ഈ ക്രൈംബ്രാഞ്ച് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിലൊക്കെ ക്രൈംബ്രാഞ്ച് തിരിച്ചറിയുന്നുണ്ടോ? ലോക്കൽ പോലീസിന്റെ ഇടപെടലിന് വ്യത്യസ്തമായിട്ട് ക്രൈംബ്രാഞ്ച് തിരിച്ചറിയുന്നുണ്ട്. ഈ അബ്ദുള്ളയിൽ കൂടിയാണ്. അബ്ദുള്ളയുടെ കാറിൽ കുട്ടിയുടെ ഒരു മുടി അങ്ങനെ എന്തോ കണ്ടു. അതൊക്കെ പരിശോധിച്ചപ്പോൾ ഒരു സംശയമായി. അഥവാ പോലീസിൻ്റെ ഒരു മികവ് അതിലുണ്ട്. വളരെ കൃത്യമായി പറഞ്ഞാൽ പോലീസിൻ്റെ കൃത്യമായ സന്തോഷ്, അദ്ദേഹം ക്രൈംബ്രാഞ്ച് SP കണ്ണൂർ, അദ്ദേഹത്തിൻ്റെ ഒരു മികവ്, ആ ടീമിൻ്റെ ഒരു മികവ് അതിലുണ്ട്. കുറച്ച് പിന്നീട് എന്തായാലും ഡെവലപ്മെന്റ്. പിന്നെ ഈ അംസനെ പൊക്കാന്നല്ലേ നമ്മളെ വാക്കതാണല്ലോ. പൊക്കി ഗസ്റ്റ് ഹൗസിൽ ക്വസ്റ്റ്യൻ ചെയ്തപ്പോൾ ക്ലിയർ ആയി എന്താ സംഭവിച്ചത്. 2 ഫ്ലാറ്റ് ഉണ്ട്. കുട്ടിയെ പിന്നെ എന്താ സംഭവിച്ചത്? കുട്ടിയെ കൊന്നു. അവരെ കേസ് ചൂടുവെള്ളം കുട്ടിയുടെ മേലെ മറിഞ്ഞു. കുട്ടി ആകെ പൊള്ളി. അപ്പം ചൈൽഡ് പ്രൊട്ടക്ഷൻ കുറച്ചും കൂടെ കർക്കശാണ് ഗോവയിൽ. അപ്പം കുട്ടിക്ക് ഇങ്ങനെ പരിക്ക് പറ്റിക്കഴിഞ്ഞാൽ അവർ ജയിലിൽ പോകും. അപ്പോൾ കുട്ടി ഉണ്ടായിട്ടില്ല എന്ന് സ്ഥാപിക്കണം. അങ്ങനെ അവരെ ഫ്ലാറ്റിൻ്റെ അടുത്ത ഫ്ലാറ്റിൽ കൊണ്ട് ഈ കുട്ടിയെ മുറിച്ച് പീസാക്കിയിട്ട് ഈ അംസ വർക്ക് ചെയ്യുന്ന ഒരു ഡാം സൈറ്റിലേക്ക് ഒരു വളരെ ആഴത്തിൽ 2 ആൾ ആഴത്തിൽ, ഡാം എന്ന് പറഞ്ഞാൽ വളരെ ആഴത്തിലേക്ക് ഈ ബോഡി ഒരു കാറിൽ കൊണ്ട് ഡംപ് ചെയ്ത് അതിൻ്റെ മേലെ മണ്ണിട്ടു. അത് അംസ ചെയ്തിട്ടാണ് അംസ കേരളത്തിലേക്ക് വരുന്നത്. ശരി. എന്നിട്ടൊരു കൂളായിട്ട് വളരെ എന്താണ് ദൃശ്യ സിനിമയിൽ മോഹൻലാൽ, അതായിരുന്നു അംസ ചെയ്തത്. അപ്പോൾ ഈ അംസയുടെ കൺഫെഷൻസ് CRPC എവിഡൻസ് ആക്ഷൻ സെക്ഷൻ 27 ഞാനത് എളുപ്പത്തിൽ കൺഫെഷൻ സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തു. കുറ്റകൃത്യം അതിൻ്റെ ഈ ബോഡി എവിടെയാണ് മറവ് ചെയ്തതെന്ന് സ്ഥലം എന്നെ കൊണ്ടുപോയി കാണിച്ചു തരാമെന്ന് പറഞ്ഞു. അതായിരുന്നു ഒരു ടേണിംഗ് പോയിന്റ്. അപ്പം ഷേർലി വാസു മാഡം, കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് ഹെഡ്, അവർ ആക്ഷൻ കമ്മിറ്റിയിലെ ഗീത ടീച്ചർ, സുൽഫത്ത് ടീച്ചർ, ഒരുപാട് ആൾക്കാർ, ഈ അമ്പലത്തറ കുഞ്ചികൃഷ്ണൻ, അവരെല്ലാം പേരെടുത്ത് പറയണം. സലാഹുദ്ദീൻ, അദ്ദേഹം മരിച്ചുപോയി. അവരൊക്കെ ചേർന്നിട്ട് ഒരു ബസ്സിൽ ആൾ പോയി കാസർഗോഡ് നിന്ന് ഗോവയിലേക്ക് പോയി, എക്സ്പേർട്ടൊക്കെ. എന്നിട്ട് ആ ഗോവയിൽ ആ പ്രത്യേക സ്ഥലത്തിൻ്റെ പേരുണ്ട്, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഗോവയിൽ കുറച്ചും കൂടെ അകത്തേക്കാണ്, ഡാം സൈറ്റിൽ. ഇവർ കാണിച്ചു കൊടുക്കുകയാണ് ഒരു സ്ഥലത്ത് നിന്നിട്ട് അവിടെയാണ് കുഴിച്ചിട്ടത്. അപ്പം എന്നോട് ഞാൻ DY സന്തോഷം ഞാൻ ചോദിച്ചപ്പോൾ സന്തോഷം എന്നോട് പറഞ്ഞത് അവർ സ്ഥലം കാണിച്ചു തരാണ് അവിടെ ഉണ്ടാവും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ മാന്താൻ പോവുകയാണ്. അവിടെ മാന്തുക എന്നുള്ള പ്രയോഗം അറിയില്ല. മാന്തി ആ കുട്ടിയെ കിട്ടിയിട്ടില്ലെങ്കിലോ അത് ഭയങ്കര ക്രൈസിസ് ആവും. കുട്ടി അവിടെ ഉണ്ടെന്ന് തൊട്ടാണ് പോകുന്നത്. അങ്ങനെ ഒരു ഫുൾ ഡേ JCB ഉപയോഗിച്ചിട്ട് മണ്ണ് മാന്തി, ഒന്നും കിട്ടിയില്ല. ഭയങ്കര പ്രയാസമായി. ആൾക്കാർക്ക് ഗസ്റ്റ് ഹൗസിൽ താമസിക്കണം. ഭയങ്കര ഒരു വണ്ടി ആൾ പോയിട്ടുണ്ട്, പത്രക്കാരുണ്ട്. ഇന്നത്തെ പോലെ ലൈവ് ഇല്ലല്ലോ. അല്ലെങ്കിൽ ഇന്നത്തെ അവസ്ഥയിലാണെങ്കിൽ ലൈവ് കാണിക്കും. അതുകൊണ്ട് ആശ്വാസം. അങ്ങനെ ഭയങ്കര നിരാശയായി. പിറ്റേ ദിവസം ഈ JCBനേക്കാൾ വലിയൊരു സാധനമുണ്ട്, അതിൻ്റെ പേര് പറയും, കൈ നീളമില്ലൊരു സാധനം. അത് കൊണ്ടുവന്ന് അതിന് ഗോവ പോലീസെല്ലാം നന്നായി സഹായിച്ചിരുന്നു. അത് കൊണ്ടുവന്ന് അത് മാന്തി. അത് പിറ്റേന്ന് ഒരു 3-4 മണിയാകുന്ന സമയത്ത് ആദ്യം കുട്ടിയുടെ ഒരു ഷാള് കിട്ടി. അപ്പം ഒരു ആശ്വാസമായി. പിന്നെ ഓരോ 1-2 എല്ല് കഷ്ണം കിട്ടി, തലയോട്ടി കിട്ടി. ആ സ്ട്രക്ചർ എടുത്ത് ഷേർലി മാം അതവിടെ വെച്ച് ഇൻക്വസ്റ്റ് തയ്യാറാക്കി ഓരോ ഭാഗം ഐഡൻറ്റിഫൈ ചെയ്ത് പിന്നെ അത് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി ഓഫീഷ്യൽ പോസ്റ്റ്മോർട്ടം നടത്തി. പിന്നെ എന്നാൽ ഇത് സെഫിയാരെന്ന് ഉറപ്പ് വരുത്തണം. അതിനുവേണ്ടി ചെന്നൈയിൽ DNA എല്ലിൻ്റെ കഷ്ണം സാമ്പിൾ ചെയ്ത് എന്താണോ CRPC പ്രകാരം ഒരു സാമ്പിൾ ചെയ്യേണ്ട എല്ലാ ഫോർമാലിറ്റിയും കംപ്ലീറ്റ് ചെയ്തിട്ട് DNA പരിശോധനയ്ക്ക് ചെന്നൈയിലേക്ക് പോയി. ഉമ്മയും ചെന്നൈയിലേക്ക് പോയി. അവിടുന്ന് പരിശോധന നടത്തി DNA പ്രകാരം ഇത് സെഫിയാരതാണെന്ന് മനസ്സിലായി. പിന്നെ ഈ സ്കള്ളായിരുന്നു. പിന്നെ ഈ സെഫിയർ ഒരു ഫോട്ടോ അവൈലബിൾ ഇപ്പോൾ നമ്മളെല്ലായിടത്തും കാണുന്ന ഒരു തട്ടങ്ങോട്ട് ഭയങ്കര ചിരിക്കുന്ന അതിമനോഹരമായ ആ ചിരിയുണ്ട് മോളെ. ആ ഫോട്ടോ വെച്ചിട്ട് അത് സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് ഈ സ്കള്ളും അത് ഒന്നാണെന്ന് വരുത്തി. അതിന് വളരെ അന്ന് അവൈലബിളായ എല്ലാ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് കേസിന് അന്വേഷണം നടക്കുന്നത്. അങ്ങനെ പ്രതികൾ ജയിലിലായി. കുറേ കാലം അവർ ജയിലിൽ കിടന്നു. പിന്നെ 2008 ആണ്, 1.5 വർഷം കഴിഞ്ഞിട്ടാണ് പ്രതിനെ തിരിച്ചറിയുന്നതും ഈ സാധനം കണ്ടെത്തുന്നതും അറസ്റ്റ് ചെയ്യുന്നതും. 2010 കൂടിയിട്ട് കുറ്റപത്രം കൊടുത്തു. അപ്പോൾ 3-4 മാസം കഴിയുമ്പോൾ അവർക്ക് ജാമ്യം കിട്ടി. 2015-16 വിചാരണയ്ക്ക് വരുന്നത്. അപ്പം ഞാൻ 2013 മുതൽ ജില്ലാ കോടതിയിൽ പ്രോസിക്യൂട്ടറാണ്. ഗവൺമെൻറ് പ്ലീഡറും പബ്ലിക് പ്രോസിക്യൂട്ടറായിട്ട് വർക്ക് ചെയ്യാണ്. അപ്പോൾ ഈ കേസ് ഞാൻ സാധാരണഗതിയിൽ റൂട്ടീൻ വർക്കാണ്, സ്പെഷ്യൽ പ്രോസിക്യൂട്ടർ ഒന്നുമല്ല. ഇപ്പോൾ ഈ കേസ് ഞാൻ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് സെഫിയ കേസ്, അപ്പോഴാണ് ഞാൻ എൻ്റെ
ഈ ഫയൽ ഈ കോടതിയിൽ ഉണ്ട് എന്ന് ഞാൻ ശ്രദ്ധിക്കുന്നതല്ല, എനിക്കത് സ്വാഭാവികമായിട്ട്. അപ്പോൾ ഇങ്ങനെ എൻ്റെ അന്ന് വിശാലാക്ഷൻ എന്ന് പറയുന്ന ആളാണ് പ്രോസിക്യൂഷൻ അസിസ്റ്റ് ചെയ്യുന്ന അന്ന് ഹെഡ് കോൺസ്റ്റബിളാണ് വിശാലാക്ഷൻ. വിശാലാക്ഷൻ ബസർ ക്രൈംബ്രാഞ്ചിൻ്റെ ഒരു മാറ്റർ ഉണ്ട് ചെയ്ത് മെട്രോ ബസർ ഇങ്ങനെ സെഫിയ കേസാണ്. അപ്പോൾ എനിക്കിത് എൻ്റെ മനസ്സിൽ അപ്പോഴേ ഓടി വരുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെ ഫയലെടുത്ത് അതൊരു 1600ഓളം പേജിൽ വലിയ കേസ് ഡയറി ആയിരുന്നു. ഈ FIR ഇട്ടത് മുതൽ 1.5 കൊല്ലത്തെ കേസ് ഡയറി ഉണ്ടല്ലോ, അതും അന്വേഷണം പൂർത്തിയാക്കി അങ്ങനെ വലിയ സംഭവമായിരുന്നു. അപ്പോൾ അത് കുറച്ച് നാൾ ലീവ് എടുത്ത് കോടതിയിലും ഓഫീസിലൊന്നും പോകാതെ മുഴുവൻ ഇരുന്ന് വായിച്ച ശേഷമാണ് പിന്നെ ഷെഡ്യൂൾ ചെയ്യാൻ പറഞ്ഞ് സാക്ഷികൾ, കുറേ സാക്ഷികളുണ്ടായിരുന്നു, കുറേ രേഖകളുണ്ടായിരുന്നു. അതൊക്കെ വലിയ അത് നമ്മൾ ഇതിൻ്റെ ഒരു പ്രശ്നം കണ്ട സാക്ഷികളില്ല. ഇവർ കൊന്നുകാന്ന് ഇവർ നമ്മൾ തെളിയിക്കണം. എങ്ങനെയാണ് സംഭവിച്ചത്, എന്താ സംഭവിച്ചത്, മോട്ടീവ് ഉണ്ടോ, എന്താണ് മോട്ടീവ്. ഇങ്ങനെ ഒരു ക്രൈം നടന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ക്രൈമിൽ മോട്ടീവ്, പ്രിപ്പറേഷൻ, കമ്മീഷൻ. നമുക്ക് ആദ്യം മധുവിനെ കൊല്ലണം, എനിക്കൊരു മോട്ടീവ് ഉണ്ടാകണം. ആ കൊല്ലാൻ വേണ്ടിയുള്ള ആയുധങ്ങളെല്ലാം ഞാൻ മധുവിനെ കൊല്ലാൻ ഇന്ന സ്ഥലത്ത് പോയാൽ റെഡി ആവണം. അതിനുശേഷം കമ്മീഷൻ നടക്കണം. അതാണ് നമ്മുടെ പരമ്പരാഗത ക്രൈം. അപ്പോൾ ഇതിലെന്തായിരുന്നു മോട്ടീവ്, എന്തൊക്കെ പ്രിപ്പറേഷൻ നടത്തിയിട്ടുണ്ട്, എങ്ങനെയാണ് കമ്മീഷൻ നടത്തിയത്, ഇതൊക്കെ ഉത്തരം കൊടുക്കണം കോടതിയിൽ. എന്നാലിപ്പോൾ ഒരാളെ അത് വലിയൊരു ഈ സാഹചര്യ തെളിവുകളുടെ കേസിന് ഏറ്റവും പ്രധാനപ്പെട്ട സംഗതി ചെയിൻ മുറിയാൻ പാടില്ല. 1 മുതൽ A മുതൽ Z വരെ 26 ലെറ്റേഴ്സിന് ഒരു ബ്രേക്കും ഇല്ലാതെ 26 അക്ഷരവും തമ്മിൽ ലിങ്ക് ചെയ്യുന്ന ചെയിൻ വേണം. ആ ചെയിനിൽ ഒരു ബ്രേക്കും വരാൻ പാടില്ല. അത് കൃത്യമായി ഉണ്ടാക്കുക എന്നുള്ളത് ഭയങ്കര പ്രശ്നമായിരുന്നു. പല സ്ഥലത്തു നിന്നുള്ള സാക്ഷികൾ, ഗോവയിൽ നിന്ന്, ബോംബെയിൽ നിന്ന്, പല ഭാഷക്കാർ. അത് ഞാൻ ആ സമയത്ത് പബ്ലിക് പ്രോസിക്യൂട്ടർ എന്ന് പറഞ്ഞ ഫേസ്ബുക്ക് പേജ് തുടങ്ങി ഇതിന് വേണ്ടിയിട്ട്. അപ്പോൾ ആ പേജ് നോക്കിക്കഴിഞ്ഞാൽ ഓരോ ദിവസവും വിസ്തരിച്ച സാക്ഷികൾ എന്തൊക്കെ എല്ലാം ഞാൻ എഴുതിയിരുന്നു. അത് സത്യത്തിൽ അങ്ങനെ എഴുതാൻ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ വലിയ എനിക്കൊരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷേ ആ കേസിൻ്റെ ഒരു പശ്ചാത്തലവും 13 വയസ്സായ ഒരു കുട്ടി കൊല്ലപ്പെട്ടതൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഫേസ്ബുക്ക് പേജ്, അന്ന് എന്നെ ഇത്ര ആൾക്ക് അറിയില്ല, പക്ഷെ എന്നാലും അവിടുത്തെ കാസർഗോട്ടെ മീഡിയക്ക് അപ്ഡേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ ചെയ്യുന്ന ഒരു സംഗതിയായിരുന്നു. അപ്പോൾ എല്ലാ ദിവസവും പക്ഷേ ആ പേജ് എൻ്റെ ഹാക്ക് ചെയ്തിട്ട് ഇപ്പോൾ എൻ്റെ കയ്യിൽ ആ നിയന്ത്രണമില്ല. പക്ഷേ എൻ്റെ പബ്ലിക് പ്രോസിക്യൂട്ടറിന് അടിച്ചാൽ ആ സാധനം കിട്ടും. അതിലെല്ലാം ഓരോ ദിവസം വിസ്തരിച്ച സാക്ഷികൾ, അവരെ കാര്യങ്ങളൊക്കെ ഞാൻ അതിൽ പറയുന്നുണ്ടായിരുന്നു. ഈ 1600 പേജ് വായിച്ച ആ നിമിഷത്തിൽ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്തപ്പോൾ ഇത് അതിജീവിക്കാമെന്ന് തോന്നിയിരുന്നു, ജയിക്കാമെന്ന് തോന്നിയിരുന്നു? അല്ല, അത് ബുദ്ധിമുട്ടാണെന്ന് എനിക്ക് തോന്നിയത്. ഭയങ്കര പ്രയാസം ഉണ്ടായിരുന്നു. കാരണം പല സംഗതിയും, ഈ സാക്ഷികൾ പലതരത്തിലെ സാക്ഷികളാണ്, അവർ നമ്മോട് കോപ്പറേറ്റ് ചെയ്യും. പിന്നെ ഈ സാക്ഷികൾ കുറേ ഈ പ്രതികളാക്കപ്പെട്ടവരുടെ ബന്ധുക്കളുണ്ട്, അവരുടെ സ്റ്റാൻഡ് എന്തായിരിക്കും, അങ്ങനെ വലിയ. പിന്നെ ഹിന്ദിയിലാണ്, എനിക്ക് ഹിന്ദി ഭാഷ തീരെ അറിയില്ല. 10ാം ക്ലാസ്സിൽ എൻ്റെ സ്കൂളിൽ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിയതാണ്. പക്ഷെ 10ാം ക്ലാസ്സിൽ ഹിന്ദിയിൽ കൃത്യം 11-12 മാർക്ക് എനിക്ക് ഉണ്ടായിരുന്നു. ഇപ്പോഴും ഹിന്ദി എൻ്റെ മക്കൾക്കും ഭാര്യയ്ക്കും നന്നായി ഹിന്ദി അറിയാം. അവരെന്നെ ചീത്ത വിളിക്കൽ ഹിന്ദിയിലാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്കുണ്ടായിരുന്നു. പക്ഷേ വളരെ സക്സസ്. കാസർഗോട്ടൊരു പശ്ചാത്തലത്തിൽ ജഡ്ജ്, അദ്ദേഹം ശക്തിധരൻ എന്ന അദ്ദേഹത്തിൻ്റെ പേര്, ഇപ്പോൾ അദ്ദേഹം റിട്ടയർ ലൈഫാണ്. ആ ഉപ്പയും ഉമ്മയും കോടതിയിൽ വിസ്തരിക്കുന്ന സമയത്ത് ആ കോടതി മുറിയിലുണ്ടായ ഒരു ഫീലിംഗ്, അവർ രണ്ടുപേരുടെയും മൊഴി കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ആ കേസിൻ്റെ ഒരു സ്വഭാവം നമുക്ക്, ഒരച്ഛനും അമ്മയും എന്താണ് ഒരു മോള് നഷ്ടപ്പെട്ടവർ, അന്ന് അവർ കുഞ്ഞ് നഷ്ടപ്പെട്ട 2006 മുതലിൻ്റെ അതേ ഫീലിൽ ആ 2015 വിസ്തരിക്കുമ്പോഴും ഉണ്ട്, 2024 ആ ബോഡി വാങ്ങുമ്പോൾ അവർക്കുണ്ട്. 31 വർഷം പ്രായമുള്ളൊരു മോളാണ് ഇപ്പോൾ ആ കുട്ടി. ആ 13 വയസ്സിൽ മോൾ എങ്ങനെയാണോ നഷ്ടപ്പെട്ടത് അതേ ഫീൽ ഉപ്പ ഉമ്മ ഇപ്പോഴും ജീവിക്കുന്നുണ്ട്. അത് കോടതിക്ക് ഉൾക്കൊള്ളാൻ പറ്റി. അതല്ല, ഒരു ദാരിദ്ര്യത്തിന്റെ ഗതികേടിൽ നിന്ന് പോകുന്നതാണ്. നമ്മുടെ സാമൂഹ്യ സാഹചര്യമാണ് മനുഷ്യനെ ഓരോ ഗതികേടിലേക്ക് എത്തിക്കുന്നത്. അപ്പം നമ്മളെ ഈ റൈറ്റ് ടു എഡ്യൂക്കേഷനൊക്കെ നമ്മുടെ നാട്ടിൽ നിയമം ഉണ്ടെങ്കിലും 2006 അതില്ല. പക്ഷെ എന്നാലും നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന ഒരു ട്രോമ ഉണ്ടായിരുന്നു ആ കാലഘട്ടത്തിൽ, കൊടക് പോലത്തെ സ്ഥലത്ത്. അപ്പം അതൊക്കെ മാറിയിട്ടുണ്ട് സാമൂഹ്യ സാഹചര്യം. ഒരു വലിയൊരു ആ രണ്ടുപേരുടെയും ഒരു ജഡ്ജ്മെൻറ്റിൽ മധു വായിച്ചാൽ മനസ്സിലാക്കി. നെല്ലിക്ക വാങ്ങിയ കാര്യം ജഡ്ജ് സ്പെസിഫിക്കായി പറയുന്നുണ്ട്. നെല്ലിക്ക വാങ്ങി മോളടുത്തേക്ക് പോയതൊക്കെ അതൊക്കെ ഭയങ്കരമായി അദ്ദേഹത്തിൻ്റെ മനസ്സിൽ അത് വല്ലാണ്ട് കൊണ്ടിട്ടുണ്ട്. ഇപ്പോഴും 2 ദിവസം മുമ്പ് പത്രത്തിലൊക്കെ വാർത്ത വന്നപ്പോൾ അദ്ദേഹം വിളിച്ചിരുന്നു. അപ്പം മൂപ്പർക്ക് ഹൈക്കോടതി ഈ വധശിക്ഷ ജീവപര്യന്തമാക്കിയപ്പോഴും മൂപ്പർ എന്നോട് പറഞ്ഞത് അതിലെനിക്ക് ഹൈക്കോടതിനോട് വിയോജിപ്പുണ്ടെന്നാണ്. മൂപ്പർ ഇപ്പോഴും വധശിക്ഷ കൊടുക്കേണ്ട കേസായിരുന്നു എന്ന് ഉറച്ചു വിശ്വസിക്കുന്നുണ്ട് ജഡ്ജി. അപ്പോൾ ഈ കുറ്റക്കാരനാണെന്ന് കണ്ടു. പിറ്റേ ദിവസം നമ്മുടെ ഹിയറിംഗ് ഓൺ സെൻറ്റൻസ് എന്ന് പറഞ്ഞൊരു പരിപാടി. ഇപ്പോൾ പ്രധാനപ്പെട്ട കേസുകൾ എല്ലാ കേസിലും അത് വേണം. ആ CRPC പറയുന്നുണ്ട് എന്താണ് കുറ്റക്കാരനാണെന്ന് കാണുക, ഫൗണ്ട് ഗിൽറ്റി. അത് കഴിഞ്ഞാൽ ഹിയറിംഗ് ഓൺ സെൻറ്റൻസ് എന്ന് പറഞ്ഞിട്ട് വേറൊരു സംഗതിയുണ്ട്, എന്തായിരിക്കണം ശിക്ഷ.
ആഹാ. അപ്പോൾ നമ്മുടെ ക്രിമിനൽ നിയമത്തിൽ ഏറ്റവും കഠിനമായ ശിക്ഷ വധശിക്ഷയാണ്. വധശിക്ഷ ആണ് അത് റയറസ്റ്റ് ഓഫ് ദ റയർ, അപൂർവമായ കേസുകളിൽ കൊലപാതകത്തിന് കൊടുക്കേണ്ട ശിക്ഷയാണ് വധശിക്ഷ. ഇപ്പം പിന്നെ റേപ്പിനൊക്കെ ചേർത്തിട്ടുണ്ട് പോക്സോയിൽ. മൈനറായ കുട്ടികളെ ചെയ്താലും വധശിക്ഷ, ചില ഗ്യാങ് റേപ്പിനൊക്കെ വധശിക്ഷ കൊടുക്കണമെന്നൊക്കെ പുതിയ ഭേദഗതിയിലുണ്ട്. അപ്പോൾ ഇതിൽ ഈ കേസിൽ വധശിക്ഷ വേണം എന്ന് പിറ്റേ ദിവസം ഞങ്ങൾ രാവിലെ ഞാൻ ആണ് 1-2 മണിക്കൂർ കേസ് ഇങ്ങനെ വിശദമായി പറഞ്ഞ് സുപ്രീം കോടതിയിൽ ഒരുപാട് ജഡ്ജ്മെൻറ്റ്. അപ്പോൾ ജഡ്ജി ഇങ്ങനെ വളരെ ടെൻസ്ഡാണ്. മറുഭാഗത്ത് വളരെ സീനിയറായ മാന്യനായ ഒരു അഭിഭാഷകനാണ്, വളരെ പക്ക കേസ് നടത്തുന്ന ഒരാളാണ്. എനിക്ക് വലിയ ബഹുമാനമുള്ള വക്കീലാണ് മറുഭാഗത്ത്. അദ്ദേഹവും വളരെ ഗംഭീരമായിട്ട് എന്തുകൊണ്ട് വധശിക്ഷ പാടില്ല. അപ്പം ഞങ്ങൾ ആവശ്യപ്പെട്ട് ഞാൻ വധശിക്ഷ വേണമെന്നില്ല. എൻ്റെ കുറേ കാരണങ്ങളുണ്ടായിരുന്നു എന്തുകൊണ്ടാണ് റയർ കേസാകുന്നത്. ഒന്ന്, ആ കൊലപാതകം നടത്തി 1.5 കൊല്ലം ഡ്രാഗ് ചെയ്തൊരു പ്രധാനപ്പെട്ട സംഗതിയുണ്ട്. പിന്നെ 13 വയസ്സായ മോളെ പീസാക്കിയ കാര്യങ്ങളുണ്ട്, ക്രൂവൽറ്റി ഉണ്ട്. അതൊക്കെ വെച്ചിട്ടാണ് വധശിക്ഷ വേണമെന്ന് പറയുന്നത്. ജഡ്ജി ഇത് അംഗീകരിച്ച്. അത് കഴിഞ്ഞിട്ടുണ്ടായ അത് ഉണ്ടാകുന്ന സമയത്തുണ്ടാകുന്നൊരു ഭയങ്കരമായി, കാരണം റിപ്പർ ചന്ദ്രനാണ് അതിന് മുമ്പ് കാസർഗോഡ് വധശിക്ഷ വെച്ചൊരു കേസ്. എനിക്ക് തോന്നുന്നു 80-ൻ്റെ അവസാനം മറ്റാണ് 89 അത് കാസർഗോഡ് ജില്ല ഉണ്ടായ സമയത്ത്. അതിനുശേഷം വലിയ വധശിക്ഷ ഇതായിരുന്നു. അതിനുശേഷം പിന്നെ വധശിക്ഷ നമ്മുടെ ജില്ലാ കോടതികളിൽ ഉണ്ടാവാറേയില്ല. അപ്പോൾ ഈ ഒരു കേസ് എന്ന് പറയുന്നത് എൻ്റെ പ്രൊഫഷണൽ ജീവിതത്തിൽ തന്നെ വലിയൊരു എന്താ പറയുക, നമുക്ക് ആലോചിക്കാൻ ആഗ്രഹിക്കാത്തതും എന്നാൽ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കേസായിരുന്നു ഇത്. ഇത്തരം സന്ദർഭങ്ങളുണ്ടല്ലോ, ഒരു നഷ്ടത്തിൻ്റെ വേദനയെല്ലാം കോടതിയിൽ അത് പറഞ്ഞ് ഫലിപ്പിക്കുന്ന ഘട്ടത്തിൽ ഒരു വക്കീൽ എന്നുള്ള നിലക്ക് നമ്മൾ യാന്ത്രികമായിട്ട് തന്നെ പെരുമാറണമല്ലോ, നമ്മൾ ആ സാഹചര്യത്തിൽ പ്രൊഫഷൻ എന്നുള്ള നിലക്ക് തന്നെ പെരുമാറണമല്ലോ. ആ സന്ദർഭത്തെ എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത്? ജഡ്ജി പോലും സെന്റിമെന്റ്സ് ആവുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും വക്കീൽ എന്നുള്ള നിലക്ക്. അത് തീർച്ചയായും നമുക്ക് ഈ തലയോട്ടി വെച്ചിട്ട്, ഈ തലയോട്ടി MO10 ആയിട്ട്, MO എന്ന് പറഞ്ഞാൽ മെറ്റീരിയൽ ഒബ്ജക്റ്റ്, 10ാമത്തെ സാധനമായിട്ട് കോടതിയിൽ കാണിക്കുകയാണ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ പിന്നെ ഈ തലയോട്ടി വരുന്നത്, അച്ഛനമ്മക്ക് തലയോട്ടി അറിയില്ലല്ലോ, മോളെയല്ലേ അറിയുള്ളൂ. ഈ തലയോട്ടി വരുന്നത് ഷേർലി വാസു എന്ന് പറയുന്ന ഫോറൻസിക് എക്സ്പേർട്ടിനെ വിസ്തരിക്കുമ്പോഴാണ്. അവരാണ് കേസിൽ വിധി നിർണായകമായ ഒരു സാക്ഷി. എങ്ങനെയാണ് ഈ കൊലപാതകം നടന്നത്, അവരെ എക്സ്പെർട്ടൈസ് മുഴുവൻ ഇവർ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ ഘട്ടങ്ങളിൽ വല്ലാണ്ട് നമ്മൾ തകർന്നു പോകും. നമുക്കിപ്പോൾ ഒന്നും ഭക്ഷണം കഴിക്കാൻ കഴിയില്ല, സംസാരിക്കാൻ കഴിയില്ല. നമ്മൾ യന്ത്രത്തെ പോലെ മെക്കാനിക്കലി നമ്മൾ വർക്ക് ചെയ്യാൻ മാത്രമേ പറ്റൂ അത്. അപ്പോൾ അത് വലിയ പ്രശ്നം തന്നെയാണ് ഇത്തരം കേസുകൾ. ഇപ്പോഴത്തെ അതുപോലെ തന്നെ നമ്മൾ കുട്ടികളെ ഇപ്പോഴും പോക്സോ കേസുകളിലൊക്കെ നമ്മൾ പ്രതിക്ക് വേണ്ടിയും ഒക്കെ ഹാജരാകുന്ന ഡിഫൻസ് ലോയറൊക്കെ ഉള്ള സമയത്ത് നമുക്ക് പ്രശ്നങ്ങളുണ്ട്. നമ്മൾ കോടതിയുമായാലും നമ്മൾ മനുഷ്യരാണല്ലോ, നമുക്ക് യന്ത്രമായി ജീവിക്കാൻ പറ്റില്ലല്ലോ. ഇതിന് ഈ കൺഫഷൻ സ്റ്റേറ്റ്മെൻറ്റ് വരുന്നത് എങ്ങനെയാണ്? മൂപ്പർ അതിന് ഇങ്ങനൊരു കഥ പറഞ്ഞാൽ അത് വിജയിക്കുമെന്ന് വിചാരിച്ചിട്ടാണോ, ഇതിന് രക്ഷപ്പെടാമെന്ന് വിചാരിച്ചിട്ടാണോ പ്രതി? അല്ല, മൂപ്പർക്ക് പോലീസിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, നമ്മൾ ക്രൈം കമ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്രൈം വെളിവായി എന്ന് കഴിഞ്ഞ് അവർക്ക് പ്രതികൾക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ഒരു മനഃശാസ്ത്രം എനിക്ക് തോന്നുന്നത് പോലീസിനുള്ളൊരു കാര്യങ്ങൾ തുറന്നു പറയുന്നൊരു ഘട്ടം വരും. അത് നമ്മളിപ്പോൾ ഈ ബലൂണിൽ വെള്ളം നിറച്ചിട്ട് ഒരു ചെറിയ കുത്തിട്ട് കഴിഞ്ഞാൽ അങ്ങനെ പുറത്തേക്ക് വരുന്ന ഒരു രീതിയിൽ അവർ പരമാവധി പിടിച്ചു വെക്കും. ഇയാൾ 1.5 കൊല്ലം പിടിച്ചു നിന്ന് 1.5 കൊല്ലം കഴിഞ്ഞിട്ട് പുറത്തായി എന്ന് പറഞ്ഞപ്പോൾ പിന്നെ അയാളുടെ ശരീരം കേടാവാതിരിക്കുക എന്നുള്ളതാണ് അയാൾ ആലോചിക്കുന്നത്. പോലീസ് 3-ാം മുറയൊന്നും ഉപയോഗിക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഇയാൾ ഈ കൺഫെഷൻ സമയത്ത് ഓരോന്നോരോന്ന് പറഞ്ഞപ്പോൾ പക്ഷെ പോലീസിന് ഇയാൾ വിശ്വാസം ഉണ്ടായിരുന്നില്ല. ഇയാൾ ആ ഒരു പെർട്ടിക്കുലർ സ്ഥലം കാണിച്ചു കൊടുത്ത് അവിടെ കുഴിക്കെന്ന് പറയുമ്പം പോലീസ് മാറി മാറി ചോദിക്കുന്നുണ്ട്. ഈ അബ്ദുള്ളയും ഇയാളും കൂടിയാണ് അവിടെ കൊണ്ട് കുഴിക്കുന്നത്. അബ്ദുള്ളനെ വേറെ ആക്കി ചോദിച്ചപ്പോഴും ഈ ആ സ്ഥലം തന്നെ കാണിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ എപ്പോഴും പോലീസിന് പേടിയുണ്ടായിരുന്നു, ഉണ്ടാവോ ഇല്ലയോ. അതെ, പക്ഷേ യഥാർത്ഥത്തിൽ ഇപ്പോഴും കൊലപാതകം നടത്തി എന്താണ് അതിന്റെ പശ്ചാത്തലം, കാരണം എന്നുള്ളത് അവ്യക്തമാണ്. മോട്ടീവ് നമുക്ക് കൃത്യമായിട്ട് അതിലുണ്ടാകാൻ കാരണം ഈ പെൽവിക് എന്ന് പറയുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, ഈ നമ്മുടെ ശരീരത്തിന്റെ തൊടയുടെ ആ ഭാഗത്തുള്ള അത് 1.5 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് അതിൽ പല എവിഡൻസും ഇല്ലാതെയാവും. ഈ ശരീരം ഇപ്പോൾ 1.5 കൊല്ലം മുമ്പാണെങ്കിൽ അത് സംഭവം നടന്നിട്ട് 6-7 മാസത്തിനുള്ളിലാണ് പലതും കിട്ടുമായിരുന്നു. അത്തരം അവരെ കുട്ടിയെ സെക്ഷലി അസോൾട്ട് ചെയ്തിട്ടുണ്ടോ, മറ്റു രീതിയിൽ വല്ല ഉപദ്രവം നടത്തുക ഒന്നും മനസ്സിലാക്കാൻ കഴിയുന്ന എവിഡൻസ് ആ സമയത്ത് ഉണ്ടായിരുന്നു. കാരണം ശരീരത്തിലെ ഇത് മറ്റേ ഇറച്ചി ഭാഗം ഉണ്ടല്ലോ, ഫ്ലഷ് മുഴുവൻ പോയിരുന്നു, എല്ല് മാത്രമേ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ ഈ ലോക്കൽ പോലീസ് കൃത്യമായിട്ട് മുന്നോട്ട് പോയിരുന്നെങ്കിൽ അന്ന് തന്നെ കൃത്യമായ കാര്യം മനസ്സിലാവും. എന്നാൽ വേറൊരു ശുഭപ്രതീക്ഷ ഇതിനകത്തുണ്ട്. ഏത് കാലത്തും
ഒരു കുറ്റകൃത്യം കുറേ ആളുകൾ വിചാരിച്ചാൽ തെളിയിക്കപ്പെടും എന്നുള്ളത് അല്ലേ? അതെ, തീർച്ചയായും. അത് കേരള പോലീസിൻ്റെ ഈ സംഭവം കഴിഞ്ഞിട്ട് ഈ വധശിക്ഷയൊക്കെ വന്ന് അന്ന് സെൻകുമാറാണ് DGP. അദ്ദേഹം ആ അന്വേഷണ സംഘത്തോട് ഒരു കത്ത് പോലും അയച്ചിരുന്നില്ല. അത് ശരി. ഞാൻ റെക്കമെൻഡ് ചെയ്തിരുന്നു ഈ അന്വേഷണ സംഘം ജഡ്ജിമെൻ്റൊക്കെ അയച്ചു കൊടുത്തില്ലേ. പക്ഷേ ഈ ടീമിന് നാഷണൽ ലെവലിൽ പല പോലീസ് അക്കാഡമികൾ ഇവരെ ക്ഷണിച്ചിരുന്നു. ഈ കേസ് എങ്ങനെ ഡെവലപ്പ് ചെയ്ത് ആ ജഡ്ജ്മെൻ്റ് എല്ലാ സ്ഥലത്തും അവർ അയച്ചു കൊടുത്തിരുന്നു. സന്തോഷിന് വലിയ ഒരു മികവായി എനിക്ക് തോന്നിയിട്ടുണ്ട്. സന്തോഷ് ഇപ്പോൾ IPS കൺഫർ ചെയ്ത് കിട്ടി, ഇപ്പം ക്രൈംബ്രാഞ്ചിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ആ ടീം വളരെ സക്സസ് ആയിട്ട് എനിക്ക് തോന്നുന്നു എല്ലാ ലിങ്കും കൃത്യമായി. പിന്നെ ട്രയൽ തുടങ്ങിയ അവസാനം വരെ അദ്ദേഹം കോടതിയിൽ വന്നിരുന്നു, ഓരോ സാക്ഷികളെയും കണ്ടു. വളരെ എഫേർട്ട് എടുത്ത് ചെയ്തൊരു സംഗതി തന്നെയാണ്. അപ്പം നമുക്കും PPI പ്രോസിക്യൂട്ടർക്കും അവർ ഫീഡിങ് വളരെ പ്രധാനമാണ്. അവരാണ് ഫീൽഡിൽ ഉണ്ടായവർ. ഒരു ഇന്ന് ഇപ്പോൾ അവർ മെമ്മോ ഓഫ് എവിഡൻസ് എന്നാണ് നമ്മളതിന് പറയുക നമ്മുടെ കോടതി ഭാഷയിൽ. ഈ മെമ്മോ ഓഫ് എവിഡൻസിൽ ഓരോ സാക്ഷികളുടെ പേരുണ്ടാവും. ഈ സാക്ഷികൾ എന്താണ് അവർ ചെയ്തതെന്ന് അടുത്ത കോളത്തിലുണ്ടാവും. അപ്പോൾ അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് വേറെ ഉണ്ടാവും. അപ്പോൾ അവരാണ് സ്റ്റേറ്റ്മെൻറ്റ് റെക്കോർഡ് ചെയ്യുന്നവർ. അപ്പോൾ അവരെന്നെ വന്നിട്ട് ഈ സാക്ഷി ഇന്നാണ് പറഞ്ഞത്, ഇത് ഇന്നാണ് സംഗതി എന്ന് പറയുമ്പോൾ നമുക്ക് കുറേ കൂടി പെട്ടെന്ന് കോടതിയെ ബോധ്യപ്പെടുത്താൻ നമുക്ക് വലിയ സഹായമാവും. ഈ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് ഉള്ളവരും സ്ഥലത്തില്ലാത്തവരും പ്രതിക്കൂട്ടത്തിലുണ്ടല്ലോ. അതായത് കുറ്റകൃത്യം നടന്ന സ്ഥലത്തില്ലാതെ സഹായിച്ച ആളുകളും പ്രതിക്കൂട്ടത്തിലുണ്ട്. അതെങ്ങനെയാണ്? അവരെ ആരൊക്കെയാണ്? അത് ഒന്നാം പ്രതി എന്ന് പറയുന്നത് ഹംസ, രണ്ടാം പ്രതി എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ നാട്ടിൽ നിന്ന് ആ കുട്ടിയെ ഇവിടെ കൊണ്ടുവന്ന ആള്, മൂന്നാം പ്രതി ഹംസയുടെ വൈഫ് മൈമൂന. ഈ രണ്ടാം പ്രതി ബ്രോക്കറെ പോലെ അയാളാണ് മൊയ്തുവാജി എന്ന് പറയുന്ന ആൾ. അയാളാണ് ആ കുട്ടിയെ കൊടകുന്ന് കൊണ്ടുവരുന്നത്. മൂന്നാം പ്രതി മൈമൂന, അദ്ദേഹത്തിൻ്റെ വൈഫ്. നാലാം പ്രതി ഈ അബ്ദുള്ള, അയാളാണ് ഈ കുട്ടിയെ അവിടെ ഡംപ് ചെയ്യാൻ സഹായിച്ച ആള്. അഞ്ചാം പ്രതി പോലീസുകാരൻ, ഈ പിന്നീട് സഹായിച്ച പോലീസ് തെളിവ് നശിപ്പിക്കാൻ വേണ്ടി. പക്ഷെ അവരൊന്നും അതിൽ ഹംസനെയും മൈമൂനനെയും അബ്ദുള്ളനെയും ശിക്ഷിച്ചിട്ടുള്ളൂ. ബാക്കി രണ്ടുപേരും ലോവർ കോടതി വെറുതെ വിട്ടു. ഹൈക്കോടതിയിലെത്തിയ സമയത്ത് ഹംസയ്ക്ക് മാത്രം ശിക്ഷ. ഈ കുട്ടീനെ ജോലിക്ക് വിട്ടു എന്നുള്ള ഒരു ആക്ഷേപം കൂടി ഉന്നയിച്ചിട്ടാണ് പോലീസ് ആദ്യം പ്രവർത്തിച്ചെന്ന് തോന്നുന്നത്. അതെ അതെ, കുട്ടി അവർ ആർക്കും വിറ്റു എന്നൊക്കെ ആയിരുന്നു പോലീസിന്റെ ആദ്യ ഭാഗത്തുള്ളവർ. ഹംസയുടെ സ്വാധീനത്തിന് വഴങ്ങിയിട്ട് അങ്ങനെയാണ് പോലീസിന്റെ നിലപാടെടുത്തത്. അതുറായി ഗോപാലകൃഷ്ണനൊക്കെ ഉള്ള ആൾക്കാരാണ്. എല്ലാ കാലത്തും പോലീസിൽ അങ്ങനെ ഉണ്ടാവുമല്ലോ ആൾക്കാർ. പിന്നെ മറ്റൊരു കാര്യം, നമ്മൾ സിനിമയിലാണ് ഷുക്കൂർ വക്കീലിനെ കണ്ടിട്ടുള്ളത്, അതിനുശേഷമാണ് വക്കീൽ എന്നറിയുന്നത്. ഈ സിനിമ വരുന്നതിന് മുന്നേ ഒക്കെയാണ് ഈ കേസ് നടക്കുന്നത്, വിധി വരെ വരുന്നത് അല്ലേ? അപ്പോൾ ഇത്തരം കേസുകൾ ആ കാലത്ത് യഥാർത്ഥത്തിൽ നിങ്ങളുടെ ഒരു സുവർണ്ണകാലം ഈ സിനിമയ്ക്ക് മുന്നേ ആണെന്ന് തോന്നുന്നു, കരിയർ പരിശോധിക്കും കൂടുതലും. ഇത്തരം കേസുകൾ കൂടുതലായി അറ്റൻഡ് ചെയ്യുന്നതും അല്ലെങ്കിൽ അങ്ങനെയുള്ള കേസുകൾ തിരഞ്ഞെടുക്കുന്നതിനും ഒരു വക്കീൽ മനസ്സാണോ മനുഷ്യ മനസ്സാണോ ഇത് രണ്ടും കൂടിയതാണോ സഹായിക്കുന്നത്? നമ്മൾ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രോസിക്യൂട്ടർ എന്ന നിലയിലാണ് നമ്മൾ ആ കേസിൽ പ്രോസിക്യൂഷനിൽ സാധാരണഗതിയിൽ ഡിഫൻസ് ലോയറാണ് ഞാനിപ്പം 1995 പ്രാക്ടീസ് തുടങ്ങിയ ആളാണ്. അതിൽ 4-4.5 വർഷം മാത്രമേ പ്രോസിക്യൂട്ടർ ആയിട്ടുള്ളൂ. പിന്നെ ഇപ്പം സുരേന്ദ്രൻ കേസിൽ പ്രോസിക്യൂട്ടറാണ്, ഈ കോഴ കേസ്. മറ്റെല്ലാം ഞാൻ ഡിഫൻസ് ലോയറാണ്. അപ്പോൾ ഡിഫൻസ് ലോയർ എന്ന് പറയുന്നത് നമ്മളെപ്പോഴും പ്രതിസ്ഥാനത്ത് നിൽക്കുന്നവർക്ക് വേണ്ടിയിട്ട് പറയുന്നതാണ്. പക്ഷേ ഈ കേസിൽ ഒരു നിയോഗം എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ ഒരു ആ സമയം നമ്മുടെ ഒരു ഉത്തരവാദിത്തമായിട്ട് നമ്മുടെ ചുമതലയിലേക്ക് ഒരു കാലം നമ്മളെ ചുമതലപ്പെടുത്തി എന്നേ പറയാൻ കഴിയും. അത് ഭയങ്കര ഫീലാണ്. എന്തായാലും ആ കേസ് ഞാനല്ലെങ്കിൽ ആ സീറ്റിലിരിക്കുന്ന വേറൊരാൾ ചെയ്യുമായിരിക്കും, പക്ഷെ അത് ആ ചുമതല കാലം എന്നെയാണ് ഏൽപ്പിച്ചത്. അത് കുറേ കൂടി എഫക്റ്റീവായി ചെയ്യാൻ എനിക്കന്ന് പറ്റിയെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ കോടതി അദ്ദേഹത്തിൻ്റെ ജഡ്ജ്മെൻറ്റിൽ അങ്ങനെ വിശദമായിട്ട് എനിക്കൊരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നു ആ സമയത്ത്. സത്യത്തിൽ ആ ആക്സിഡൻറ്റ് പറ്റി റോഡിൽ വീണു. ഈ വിരലിൻ്റെ ഇതിനകത്തിപ്പോൾ സ്റ്റീലുണ്ട്, വിരൽ പൊട്ടി. അപ്പോൾ അതൊന്നും എന്നിട്ട് ഞാൻ കോഴിക്കോട്ട് അഡ്മിറ്റായി. പിന്നെ കോട്ടയത്ത് വൈഫ് എന്ന PVCMGയിൽ കോട്ടയത്ത് പോയി സർജറി നടത്തി. ആ സമയത്തൊക്കെ ഈ കേസ് എൻ്റെ പിറകെ തന്നെ ഉണ്ട്. എനിക്ക് വേറൊരു സംഗതി എൻ്റെ തലയിലില്ല. ആ സമയത്താണ് ഈ കേസിന്റെ ചില നിഗൂഢത ഉണ്ടോ പിന്നിൽ, അല്ലെ അപകടം പിന്നിലുണ്ടോ, പിന്നിലുണ്ടോ എന്നുള്ള വാർത്തയൊക്കെ. അതൊക്കെ അങ്ങനെ ആൾക്കാർ അങ്ങനെയൊന്നുമല്ല, അവർ കാസർഗോഡല്ലേ. അത് മാത്രമല്ല, ഈ കേസ് കഴിഞ്ഞ് ഞാനത് മുസ്ലിം ലീഗിലെ പ്രധാനപ്പെട്ട ചുമതലയിരിക്കുന്ന ആളാണ്. ലോയേഴ്സ് ഫോറത്തിൻ്റെ ജില്ലാ പ്രസിഡന്റാണ്, ലീഗിൻ്റെ അഭിഭാഷകനാണ്. മുസ്ലിം ലീഗിൻ്റെ ജില്ലാ പ്രസിഡന്റ് ചെർക്കളാണ്. ചെർക്കളത്തിൻ്റെ വീടിൻ്റെ അടുത്താണ് ഇദ്ദേഹത്തിൻ്റെ വീട്. ചെർക്കള അബ്ദുള്ള വളരെ കാസർഗോട്ടെ ഏറ്റവും തലയെടുപ്പുള്ള ലീഡർമാരിൽ ഒരാളാണ്. അദ്ദേഹം എന്നെ പ്രത്യേകം വിളിച്ച് അഭിനന്ദിച്ചു. ഒരു മീറ്റിംഗ് കൂടി അഭിനന്ദിച്ചു. ഷുക്കൂർ നമ്മുടെ അഭിമാനം എന്നൊക്കെ പറഞ്ഞു. അതൊക്കെ സത്യത്തിൽ വലിയ സന്തോഷം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. കാരണം ജഡ്ജിൽ പറയുന്നുണ്ട് മതം പോലും സ്വാധീനിച്ചിട്ടില്ല എന്ന് പ്രോസിക്യൂട്ടറെ. അപ്പോൾ അങ്ങനെ ഒരു ജഡ്ജ്മെൻ്റ് അത് എഴുതുമ്പോൾ എനിക്ക് വലിയ വിഷമമുണ്ട്. കാരണം മതമൊന്നും സ്വാധീനിക്കുന്ന സംഗതിയല്ലല്ലോ നമ്മുടെ പ്രൊഫഷൻ.
പക്ഷേ ജഡ്ജിന് അങ്ങനെ എഴുതേണ്ടി വരുന്ന ഒരു സാഹചര്യം 2015 അതെ അതെ. നമ്മളങ്ങനെ കാണാറില്ല. നമ്മൾ മതം നോക്കിയിട്ടാണോ പ്രോസിക്യൂട്ടർ ആവുക അല്ലെങ്കിൽ കേസ് അല്ലല്ലോ. അതെ അതെ. പക്ഷെ എങ്കിൽ പോലും മതം സ്വാധീനിക്കുമോ എന്ന് ഭയന്ന ജുഡീഷ്യറി ഉണ്ടായിരുന്നു അർത്ഥം. അതെ അതെ. അപ്പോൾ മുസ്ലിം ലീഗിൻ്റെ ഒരു പിന്നെ ആദ്യഘട്ടത്തിൽ അവർ പ്രാദേശികമായിട്ട് സഹകരിച്ചിട്ടില്ല എന്നേ ഉള്ളൂ. ലീഗിൻ്റെ വേറെ തരത്തിലുള്ള ഇടപെടൽ ഒന്നുമില്ല. ഞാൻ ആ പ്രോസിക്യൂട്ടറായ ഒരു ഘട്ടത്തിലും മുസ്ലിം ലീഗ് ഒരു കാര്യത്തിൽ ഇടപെടുമായിരുന്നില്ല. വളരെ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പ്രോസിക്യൂട്ട് ചെയ്യാൻ വേണ്ടി ഒരു കാര്യത്തിലും ചെറുക്കളായാലും നെല്ലിക്കുന്ന് CTM മുതിർന്ന നേതാക്കൾ ഇപ്പോൾ ഇപ്പോഴത്തെ പ്രസിഡന്റ് മായിനാജി ആ കാര്യത്തിൽ ലീഗ് ഒരു ഘട്ടത്തിലും പ്രോസിക്യൂഷൻ്റെയോ ഒരു ബെയിൽ കൊടുക്കുന്ന ഒന്നിലും ലീഗ് ഇടപെടുന്ന രീതി ഉണ്ടായിരുന്നില്ല. വളരെ ഫ്രണ്ട്ലി ആയിരുന്നു. പക്ഷെ ഞാൻ ലീഗിൽ നിന്ന് മാറുന്നത് അത് എൻ്റെ പൊളിറ്റിക്കൽ സ്റ്റാൻഡ് അല്ലെങ്കിൽ അവരോടോ ഏതെങ്കിലും വ്യക്തിപരമായ പ്രശ്നം കൊണ്ടോ ഒന്നും മാറുന്നതല്ല. അതെനിക്ക് ഈ മതപരമായ രാഷ്ട്രീയത്തോട് ഇപ്പോൾ MK മുനീർ അദ്ദേഹം ഞാനെല്ലാം ഒരു ദിവസം എന്നോട് ചോദിച്ചു 50 വയസ്സ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത് മതപരമായ രാഷ്ട്രീയം പാടില്ല എന്ന്. അതൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. പക്ഷേ എന്നിടയിൽ രാഷ്ട്രീയം പറയല്ല. പക്ഷേ എനിക്ക് ഈ മതം അടിസ്ഥാനപ്പെടുത്തിയ രാഷ്ട്രീയം ഭയങ്കര അപകടമാണെന്ന്. ഒരുപക്ഷെ നമുക്ക് ഓരോ ദിവസവും നമ്മൾ വളരെയല്ലേ, രാജ്യത്തിൻ്റെ സാഹചര്യം വളരെ മാറി. പിന്നെ നമ്മുടെയൊക്കെ പ്രദേശത്തെ മധുവിനെ അറിയുന്നൊരു സ്ഥലമാണല്ലോ എൻ്റെ നാട് എന്നൊക്കെ പറയുന്നത്. അവിടെ ഒരു മുസ്ലിമായി ഒരാൾ ജനിക്കുമ്പോൾ അയാൾ ലീഗായി ജനിക്കുക എന്നുള്ളതാണ്. പിന്നെ നമ്മൾ ക്യാമ്പസിലെത്തുമ്പോൾ കുറച്ച് നമുക്ക് പൊളിറ്റിക്സ് വരുന്നത്. പക്ഷെ ഞാനൊരു ലെഫ്റ്റ് മനസ്സ് എവിടെയോ എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു. അല്ലെങ്കിൽ ഞാനങ്ങനെ മാറൂലല്ലോ ഒരിക്കലും. അതുകൊണ്ടാണ് ഈ കേസിലൊക്കെ എനിക്ക് അങ്ങനത്തെ ഫീല്, ഒരു വലതുപക്ഷ മനസ്സുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ ഫീൽ ചെയ്യുന്ന ഞാൻ വിചാരിക്കുന്നില്ല. അപ്പം പിന്നെ ഞാനൊരു ലീഗ് രാഷ്ട്രീയം പൂർണ്ണമായി ഒഴിവാക്കി. അത് പക്ഷെ പ്രോസിക്യൂട്ടറായിരുന്ന ഒരു ഘട്ടത്തിൽ പോലും പാർട്ടിയോ ലീഗ് നേതാക്കളോ ഒരു അനാവശ്യമായ ഒരു ഇടപെടലും നടത്തിയില്ല. അത് വളരെ മാന്യമായിട്ട് ഒരു കാര്യത്തിലും ഒരു ജാമ്യത്തിൻ്റെ കാര്യത്തിൽ പോലും ലീഗിലെ ഒരു പ്രാദേശിക നേതാവ് പോലും വിളിക്കില്ല. അത്ര ഇൻഡിപെൻഡൻ്റ് ആ കാര്യത്തിൽ. ഈ രാഷ്ട്രീയമായി ഇങ്ങനെ ഒരു നിലപാട് മാറ്റം വരുന്ന ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് രാഷ്ട്രീയ സാഹചര്യം നോക്കുകയാണെങ്കിൽ അതിന് ശേഷം ഉണ്ടായ സാമൂഹ്യ സ്വീകാര്യതയും അല്ലെങ്കിൽ നിലപാടിൻ്റെ അനുരണനം എന്താണ്? അല്ലാതെ ഞാൻ പറഞ്ഞില്ലേ, ഈ മതം മനുഷ്യൻ്റെ വളരെ പേഴ്സണലായി നിൽക്കണമെന്ന് ചെറിയ മുതൽ എനിക്ക് തോന്നുന്നൊരു സംഗതിയാണ്. മതം എല്ലാ കാര്യത്തിലും എല്ലാ സ്പേസിലും കയറി ഇടപെട്ട് എല്ലാത്തിലും മതം കയറ്റുന്ന ഒരു രീതി ഭയങ്കര അപകടം ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ പ്രത്യേകിച്ച് ഭയങ്കരമായ മതവിശ്വാസം കൂടുന്ന സമയത്ത് മനുഷ്യാവകാശം ഉണ്ടാവില്ല. അവർക്ക് മതാവകാശം മാത്രമേ ഉള്ളൂ. ഇപ്പം നമ്മൾ ബംഗ്ലാദേശ്, ഇപ്പം ഒരു സെക്യുലർ രാജ്യമായ ബംഗ്ലാദേശ് ഇസ്ലാമിക രാജ്യമാകാൻ പോവുകയാണ്. ഭരണഘടന മാറ്റുന്ന സുപ്രീം കോടതിയിൽ മുഹമ്മദ് യൂനുസിനെ പോലുള്ള ഒരു നോബൽ പ്രൈസ് വിന്നർ നേതൃത്വം നടക്കുന്ന രാജ്യത്ത് പറയുകയാണ് ഞങ്ങളുടെ ഭരണഘടന മാറ്റാൻ പോവാണ്, ഞങ്ങൾ സെക്യുലർ സ്റ്റേറ്റ് മാറിയിട്ട് തിയോക്രാറ്റിക് സ്റ്റേറ്റ് ആകാൻ പോവാണ്. ഇന്ദിരാഗാന്ധിയുടെ എഫേർട്ട് കൊണ്ടാണ് ആ രാജ്യം ഉണ്ടായത്. പാകിസ്ഥാനിൽ മുഹമ്മദ് ഇപ്പോൾ സോണി ലൈവിൽ ഒരു സീരീസ് വരുന്നുണ്ട്, ഫ്രീഡം അറ്റ് മിഡ് നൈറ്റ്. അതിൽ മുഹമ്മദ് അലി ജിന്ന എന്താണെന്ന് കാണിക്കുന്നുണ്ട്. ജിന്ന സിഖുകാരോട് പറയുന്നുണ്ട് ഒരു ഘട്ടത്തിൽ ഇത് പാകിസ്ഥാൻ ഒരു സെക്യുലർ രാജ്യമായിരിക്കുമെന്ന്. അപ്പോൾ സിഖ് നേതാക്കൾ അദ്ദേഹത്തോട് ചോദിക്കുന്നുണ്ട് പിന്നെ എന്തിനാ ഞങ്ങൾ പാകിസ്ഥാൻ ഇവിടെ തന്നെ നിന്നാൽ പോരുന്നത്? അപ്പോൾ അദ്ദേഹം പറയുന്നുണ്ട് ഹിന്ദു ഭൂരിപക്ഷ രാജ്യത്ത് മുസ്ലിങ്ങൾക്ക് തലയുയർത്തി നിൽക്കാൻ കഴിയില്ല. അപ്പോൾ സിഖുകാർ അദ്ദേഹത്തെ ചോദിക്കുന്നുണ്ട് മുസ്ലിം ഭൂരിപക്ഷ രാജ്യത്ത് സിഖുകാർക്ക് അങ്ങനെ ആയിരിക്കില്ല അവസ്ഥ. അപ്പം മതം എന്ന് പറയുന്നത് വലിയ അപകടപ്പെടുത്തിയൊരു സംഗതിയാണ്. അങ്ങനെ ആവാതിരിക്കുക. രാഷ്ട്രീയ പാർട്ടികൾ മതാടിസ്ഥാനത്തിൽ വന്നാൽ അതിൽ ഏറ്റവും വലിയ ദുരന്തം അനുഭവിക്കാമെന്ന് 1 മൈനോറിറ്റീസ്, 2 സ്ത്രീകൾ, 3 സെക്ഷൽ മൈനോറിറ്റീസ്. ഇവരൊന്നും മതം റെക്കഗ്നൈസ് ചെയ്യുന്നൊരു സമൂഹമല്ല. അപ്പോൾ സ്ത്രീകളുടെ അവകാശങ്ങൾ നിങ്ങൾക്ക് സംരക്ഷിക്കപ്പെടണമെങ്കിൽ, മൈനോറിറ്റിൻ്റെ അവകാശം സംരക്ഷിക്കപ്പെടണമെങ്കിൽ മതാതീതമായ ഒരു രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കണം എന്നൊരു തോന്നൽ ഒരുപക്ഷെ 50 വർഷം 47-48 വയസ്സാകുമ്പോഴേക്കും എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടാവുക. അതെൻ്റെ വ്യക്തിപരമായ വളർച്ചയാണെന്ന് തോന്നുന്നു. പക്ഷേ സ്വീകാര്യം എന്ന് പറഞ്ഞപ്പോൾ മുസ്ലിം ലീഗിൽ നമ്മുടെ പ്രദേശത്തൊക്കെ മുസ്ലിം ലീഗിൻ്റെ വലിയ ജനകീയ അടിത്തറയിലെ പാർട്ടിയാണ്, വലിയ ആൾക്കൂട്ടമുള്ള പാർട്ടിയാണ്. ഞാൻ വളരെ കംഫർട്ടായി ആ പാർട്ടിയിലുണ്ടായ ആളാണ്. അതിൽ ജില്ലാ ലീഡർഷിപ്പിലുണ്ടായ ആളാണ്. അഭിഭാഷക സംഘടനയുടെ നേതാവാണ്. എത്രയോ ചെറുപ്പക്കാർക്ക് ലീഗ് എന്താണെന്ന് പറഞ്ഞു കൊടുത്ത ആളാണ്. പക്ഷേ ആ പാർട്ടിയിൽ നിന്ന് മാറുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റേതായ പ്രശ്നങ്ങളുണ്ടാവും. ഇപ്പോൾ ഇടതുപക്ഷത്തോടൊപ്പം ചേർന്ന് നിൽക്കുമ്പോൾ അത് വേറെ തരത്തിലാണ് ഞാൻ അതിനെ ഉൾക്കൊള്ളുന്നത്. ഇപ്പം പൂക്കാസയുടെ സംസ്ഥാന കമ്മിറ്റി മെമ്പറാണ് ഞാൻ. അപ്പോൾ ആ രാഷ്ട്രീയം വേറെ തന്നെ. വർഗരാഷ്ട്രീയം വർഗീയ രാഷ്ട്രീയം തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ വർഗരാഷ്ട്രീയം നമ്മൾ കൂടുതൽ ഉയർത്തി പറയുകയും വർഗീയ രാഷ്ട്രീയത്തെ എതിർക്കുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഉള്ളത്. അത് ശരിയാണെന്നാണ് ഇത്രയും കാലം കൊണ്ട് ജീവിതം കൊണ്ടൊക്കെ മനസ്സിലായത്. പിന്നെ ഒരു അഡ്വക്കേറ്റ് എന്നുള്ള നിലയിൽ സിനിമയിൽ അറിയപ്പെട്ടതും ഷുക്കൂർ വക്കീൽ എന്നാണ്. സിനിമ ജീവിതത്തിലൊരു വലിയൊരു ടേണിംഗ് പോയിന്റ് ആയിരുന്നില്ലേ?
അതും വക്കീലായിട്ടുള്ള ഐഡന്റിറ്റിയാണ് സിനിമയിലും വന്നത്. ഇപ്പൊ ആളുകൾ യഥാർത്ഥ വക്കീലായിരിക്കില്ല, സിനിമയിലെ വക്കീലാണെന്നുള്ളൊരു തോന്നലിലൂടെ സമീപിക്കുന്നുണ്ടാവും അല്ലെ? അങ്ങനെ ഒരു പേരാണല്ലോ കേൾക്കുന്നത്. പലപ്പോഴും നിങ്ങൾ ശരിക്കും വക്കീലാണോ അല്ല സിനിമയിലെ വക്കീലല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് അതിൻ്റെ ഏറ്റവും എനിക്ക് ഗുണം തോന്നിയത് കോടതികളിൽ പോകുമ്പോഴാണ്. ഇപ്പം എൻ്റെ സ്റ്റേഷനിലല്ല, ഇപ്പോൾ കാസർഗോട്ടും കാഞ്ഞങ്ങാടും മിക്ക കോടതികളിലും മിക്ക ദിവസങ്ങളിലും മുഖം കാണിക്കുകയോ പോവുകയോ ചെയ്യുന്നുണ്ടല്ലോ. മറ്റ് സ്റ്റേഷനിൽ ഇപ്പോൾ പയ്യന്നൂരോ കണ്ണൂർ തളിപ്പറമ്പ് തലശ്ശേരിയൊക്കെ പോകുമ്പോൾ, കോഴിക്കോടൊക്കെ പോകുന്ന സമയത്ത് അവിടുത്തെ ജുഡീഷ്യൽ ഓഫീസർമാർ പെട്ടെന്ന് നോക്കും ഈ അപ്പോൾ പേര് കാണുമ്പോൾ ഷുക്കൂർ വക്കീല, അതൊരു കൗതുകമായി തോന്നാറുണ്ട്. പിന്നെ മറ്റ് ബാറിലെ വക്കീലന്മാർ അവർ സെൽഫി എടുക്കും, അവർക്കൊരു സെലിബ്രിറ്റി എന്നൊക്കെ പറയും, അതൊരു സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ നമ്മൾ ആത്യന്തികമായിട്ട് സിനിമ ഭയങ്കര എൻജോയ് ചെയ്യാവുന്ന ഒരു പ്രൊഫഷനാണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പോൾ ബാർ കൗൺസിലിൽ അംഗീകാരം വാങ്ങിയാലേ അഭിനയിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ബാർ കൗൺസിലിന് എഴുതി അവർ അംഗീകാരം തന്ന് കത്തൊക്കെ തന്നിട്ടുണ്ട് സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇൻ്റർവ്യൂ കാണുന്നത് സിനിമക്കാരനെ വിളിക്കാൻ മടിക്കണ്ട. അപ്പോൾ ശരിക്കും ഈ വക്കീലാണ്, അതും വെറും വക്കീലല്ല, സിനിമാക്കാരനാണ്. ഇപ്പോൾ വെറും സിനിമാക്കാരനും അല്ല, അത്യാവശ്യം സിനിമക്കാരെന്ന് പറയാവുന്ന ഒരു സിനിമാക്കാരനാണ്. ഇതിലൊരു സെലക്ഷന് വരുമ്പം ഒരു പ്രസിദ്ധി ഉണ്ടോ എന്താണ് എന്നുള്ളത്? നമ്മളെ ഒരു പ്രതിസന്ധി ഉണ്ടോ വെച്ചാൽ ഇപ്പോൾ സിനിമ കൂടുതൽ കംഫർട്ടായി ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. നമ്മളിപ്പം 10-25 വർഷത്തിന് മേലെ അഭിഭാഷകനെന്നാൽ എൻ്റെ പ്രദേശത്ത് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആയ ഒരു ഓഫീസൊക്കെ ഉണ്ട്, 2-3-4 ജൂനിയേഴ്സ് ഉണ്ട്. പക്ഷേ അതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ ഈ കേസ് ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ഇപ്പം സെഷൻസ് കേസുകളും മജിസ്ട്രേറ്റ് കോടതിയിലെ കേസുകളൊക്കെ ലിസ്റ്റ് ചെയ്യുന്ന സമയത്ത് സിനിമ ഒന്നിച്ച് ഡേറ്റ് വന്നാലും ചില പ്രശ്നങ്ങളുണ്ടാവും. പക്ഷേ കോടതി വളരെ കംഫർട്ടാണ് ആ കാര്യത്തിൽ. ഒരു കലാകാരനെ ഉപദ്രവിക്കാൻ പാടില്ല എന്ന് ഉറച്ച ബോധ്യമുള്ള ജുഡീഷ്യൽ ഓഫീസർമാരായതുകൊണ്ട് അതിനൊരു പരിക്കൊന്നും ഇതുവരെ പറ്റിയില്ല. എല്ലാ ജഡ്ജസും ഇങ്ങനെ സാർ ഇങ്ങനെ ജൂനിയർ സാറ് അവർക്ക് വിസ്തരിക്കാൻ പറ്റുന്ന സാക്ഷികൾ ജൂനിയേഴ്സ് വിസ്തരിക്കും. മറ്റു സാർ ഇങ്ങനെ സാറ് ഷൂട്ടിങ്ങിനാന്ന് പറഞ്ഞാൽ വളരെ എപ്പോഴാണ് വക്കീലിന് ഷൂട്ട് കഴിയാന്ന് ചോദിക്കും, അതിനനുസരിച്ച് കേസ് വെച്ചു വരും. അപ്പോൾ ഈ വക്കീലന്മാർ സാധാരണ ജീവിതത്തിൽ 55 വയസ്സിൽ റിട്ടയർ ആവുമെങ്കിൽ വക്കീലന്മാർ അതുവരെയുള്ള പ്രവർത്തനത്തിന്റെ റിസൾട്ട് കിട്ടുന്നത് 60 വയസ്സിന് ശേഷമാണ്. സുവർണ്ണകാലം നല്ല വക്കീലന്മാർ പേരെടുക്കുന്ന ആ കാലത്താണ്. അത് ഇനിയുള്ള കാലമാണ് യഥാർത്ഥത്തിൽ വലിയ ഉയരങ്ങൾ വക്കീൽ മേഖലയിലുള്ളത് അല്ലേ? അത് ശരിക്കും അങ്ങനെയാണ്. നമ്മളങ്ങനെയാണല്ലോ. വക്കീൽ പണി എന്ന് പറഞ്ഞാൽ അത് ഓരോ മനുഷ്യനും കിട്ടുന്ന അവസരങ്ങളെ പോലെ ആയിരിക്കും. ഞാനിപ്പം ഈ പ്രോസിക്യൂട്ടറായി നിൽക്കുന്ന സമയത്ത് എനിക്ക് ഞാൻ ഈ 2015 എൻ്റെ വയസ്സ് എന്ന് പറയുന്നത് ഒരു 45-46 വയസ്സിലെ സമയത്താണ് ഞാൻ ആ കേസ് നടത്തുന്നത്. അന്ന് സംസ്ഥാനത്ത് 14 ജില്ലാ പ്രോസിക്യൂട്ടർമാർ, എനിക്ക് താഴെയിൽ ഒരാൾ അനസായിരുന്നു മലപ്പുറത്തെ. അപ്പം അനസിപ്പം വയനാട്ടിൽ ജില്ലാ ജഡ്ജാണ്. ബാക്കി എല്ലാവരും എനിക്ക് സീനിയേഴ്സ് ആയിരുന്നു. 60 വയസ്സ് വരെ പ്രോസിക്യൂട്ടർ ആകാൻ പറ്റും. അന്ന് ലീഗായിരുന്നു. ഇടതുപക്ഷം ഭരിക്കുന്ന സമയത്ത് പ്രോസിക്യൂട്ടർ ഇല്ല ലീഗിന്റെ സമയത്താണ് പ്രോസിക്യൂട്ടർ. ആ കേസ് പിണറായിന്റെ VS-ന്റെ കാലത്താണ് കേസ് തുടങ്ങിയത്. കുറ്റപത്രം കൊടുക്കുന്നത് VS-ന്റെ അവസാനം, ട്രയൽ തുടങ്ങുന്നത് ഉമ്മൻചാണ്ടി സമയത്ത്. ഉമ്മൻചാണ്ടി എന്നെ വിളിച്ചിരുന്നു ആ കേസിന്റെ വിധി. ഉമ്മൻചാണ്ടി വിളിച്ചിരുന്നു, കുഞ്ഞാൽ സാഹിബ് വിളിച്ചിരുന്നു, P കരുണാകരൻ, നമ്മുടെ ബാലകൃഷ്ണ മാഷ്, KP സതീശചന്ദ്രൻ. കാസർഗോഡ് ജില്ലയിലെ ഒട്ടുമിക്ക ആൾക്കാരും ഭയങ്കര സന്തോഷമായിരുന്നു അവർക്ക് ഈ ആ കേസിൽ ആ കുട്ടിക്ക് നീതി കിട്ടിയല്ലോ എന്നൊരു ഫീൽ എല്ലാവർക്കും ഉണ്ടായിരുന്നു. ഉമ്മൻചാണ്ടി സാറ് വിളിച്ചിരുന്നു, CM-ന്റെ ഓഫീസിൽ നിന്ന് അദ്ദേഹം RK ബാലകൃഷ്ണൻ വിളിച്ച് സംസാരിച്ചിരുന്നു. ഇപ്പോൾ നമ്മൾ ഈ കേസ് ഇങ്ങനെ നോക്കുന്ന സമയത്ത് ഏറ്റവും ഒടുവിൽ ഇത് ചർച്ചയാവുന്ന തന്നെ ആ തലയോട്ടി ഏറ്റുവാങ്ങുന്ന നമ്മൾ ആദ്യം കാണിച്ച ഒരു ചിത്രത്തിൽ നിന്നാണ്, ഇന്റർവ്യൂവിൻ്റെ തുടക്കത്തിൽ കാണിച്ച്. ആ ഒരു നിമിഷം എങ്ങനെയാണ് ഷുക്കൂർ വക്കീൽ? അത് എനിക്ക് തോന്നുന്നൊരു ഈ സംഭവത്തിൻ്റെ ഈ ഒരു 10-30 ദിവസം മുമ്പ് ഒരു ദിവസം ഈ ഉപ്പ എൻ്റെ അടുത്തേക്ക് വന്നു. അപ്പോൾ അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് വരും, ഹൈക്കോടതിയിലേക്ക് വിധി പകർപ്പ് വേണം എന്തായെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ എനിക്ക് ഇവരെ കാണുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്, ഭയങ്കര സ്ട്രെസ്സാണ്. ഇപ്പോൾ ഹൈക്കോടതിയിൽ വിധി ജീവപര്യന്തമായപ്പോൾ മൂപ്പർക്ക് ഭയങ്കര വിഷമമായിരുന്നു. വധശിക്ഷ കിട്ടണമെന്ന് മൂപ്പർ ഭയങ്കരമായി ആഗ്രഹിച്ചിരുന്നു. എൻ്റെ മോൾക്ക് നീതി കിട്ടണമെന്നില്ല ആഗ്രഹം കൊണ്ട്. അയാളെ കൊല്ലുക എന്നുള്ള പകയല്ല. നമ്മളിപ്പോൾ ഈ ക്രിമിനൽ പണിഷ്മെൻറ്റ് തിയറിയിൽ പ്രതികാരം ഒരു സംഗതിയല്ല. പണിഷ്മെൻ്റ് എന്ന് പറയുന്നത് ശിക്ഷയാണ്, ഒരു കുറ്റകൃത്യത്തിലെ ശിക്ഷയാണ്, പ്രതികാരമല്ല. പക്ഷേ മൂപ്പർക്ക് അയാൾക്ക് വധശിക്ഷ കിട്ടണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു. എൻ്റെ മോളെ കൊന്നല്ലോ, കാരണം സംരക്ഷിക്കാൻ വേണ്ടിയാണ് ആ കുട്ടിയെ ഏൽപ്പിക്കുന്നത്. വിദ്യാഭ്യാസം കൊടുക്കുക, വസ്ത്രം കൊടുക്കുക, ഭക്ഷണം കൊടുക്കുക എന്നൊരു കുട്ടിയെ കൊണ്ടുവരികയും ആ കുട്ടിയെ കൊന്നുകളയും ചെയ്യുക എന്നുള്ള ഒരാൾക്ക് വധശിക്ഷ കിട്ടണമെന്ന് ന്യായമായ ആഗ്രഹമാണ്. അപ്പോൾ ഈ ജഡ്ജ്മെൻറ്റ് രശ്മിത നമ്മുടെ ഹൈക്കോർട്ടിലെ പ്രോസിക്യൂട്ടറാണ്, എൻ്റെ സുഹൃത്താണ്. രശ്മിതയോട് ഞാൻ പറഞ്ഞു, ഇപ്പോൾ രശ്മിത എനിക്ക് അതിൻ്റെ കോപ്പിയെല്ലാം അയച്ചു തന്നു. പിന്നെയാണ് വെബ്സൈറ്റിലൊക്കെ ഇത്. അപ്പോൾ അതിൽ ഈ കീഴ്ക്കോടതി ഇവർക്ക് നഷ്ടപരിഹാരം കൊടുക്കണമൊക്കെ വെച്ചിരുന്നു. അതിലൊന്നും ഹൈക്കോടതി ഒന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ പൈസ ഇവർക്ക് അങ്ങനെ വാങ്ങിക്കൊടുക്കുക. പിന്നെ ഇവരെ അൽത്താഫ് എന്ന് പറഞ്ഞൊരു മോനുണ്ട്, സിറാജ് പത്രത്തിൽ വർക്ക് ചെയ്യണം. അൽത്താഫ് പറഞ്ഞ് പിന്നെ നമ്മുടെ പെങ്ങളെ ഇത്താരെ കബറടക്കിയിട്ടൊന്നും ഇല്ലല്ലോ, അത് ഭയങ്കര
വിഷമമുണ്ട് ഉപ്പാക്കും ഉമ്മാക്കും. ഇവരെന്നോട് ഇത് പറയുന്നില്ല. അപ്പോഴാണ് എൻ്റെ മനസ്സിലൊരു സംഗതി ആയത്, ഈ തലയോട്ടി അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അപ്പീൽ കഴിഞ്ഞ് സുപ്രീം കോടതിയിൽ അവർ അപ്പീൽ പോയിട്ടില്ല. പിന്നെ എംഒ ഒബ്ജക്റ്റ് സാധാരണഗതിയിൽ ഒരു 10-15 കൊല്ലം കോടതി നശിപ്പിക്കും സാധനങ്ങൾ. 20 കൊല്ലം വരെ സാധാരണ വെക്കും, പിന്നെ നശിപ്പിക്കും. ചില സമയത്ത് കോടതി ജഡ്ജ്മെൻറ്റിലൊന്നും ഡിസ്പോസ് ഇത് നശിപ്പിക്കണം എന്ന് എഴുതി വെക്കും. അപ്പീൽ പീരീഡ് കഴിഞ്ഞാൽ നശിപ്പിക്കണം എന്ന് എഴുതി വെക്കും. അപ്പോഴാണ് അപ്പം ഞാൻ എൻ്റെ ക്ലർക്കിനോട് പറഞ്ഞിട്ട് ഒരു പെറ്റീഷനാക്കി 452 CRPC പറയുന്നത് BNSS എളുപ്പത്തിൽ കിട്ടാൻ വേണ്ടിയാണ്. CRPC 455 വെച്ചിട്ട് 452 451 52 2 പ്രൊവിഷൻസ് ഉണ്ട് CRPC. 452 ഈ തലയോട്ടി കിട്ടാൻ വേണ്ടിയിട്ട് അരിച്ചു കൊടുത്തു. അപ്പോൾ പുതിയൊരു സാറാണ് ഇപ്പോൾ ജഡ്ജ് സാനുസ് പണിക്കർ എന്ന് പറഞ്ഞാൽ. അദ്ദേഹം പെട്ടെന്ന് ചോദിച്ചു, അല്ല എന്താ സ്കള്ള് ഇങ്ങനെയാണ് കോടതിയിൽ വന്നത്? അപ്പോൾ അദ്ദേഹത്തിന് ഇതൊന്നും അറിയില്ലല്ലോ. അപ്പോൾ ആ കേസിൻ്റെ സംഗതി വിശ്വസിച്ചു. അപ്പോൾ അദ്ദേഹത്തിന് ഓർമ്മ വന്നു, ഇങ്ങനെ പണ്ടൊരു കേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഓ ശരി. അപ്പോൾ പോലീസ് റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ പോലീസ് റിപ്പോർട്ട് വെച്ച ദിവസം റിപ്പോർട്ട് ആയില്ല, അവർക്ക് ക്രൈം ബ്രാഞ്ചിന് ഫയൽ തപ്പി കിട്ടിയില്ല എന്ന് പറഞ്ഞു. പിന്നെ ദിവസം റിപ്പോർട്ട് പറഞ്ഞു. അപ്പോൾ ഓപ്പൺ കോർട്ടിൽ അദ്ദേഹം കാര്യങ്ങൾ വിശദമായി സംസാരിച്ച്. അപ്പോൾ ഈ ഉപ്പ ഉമ്മ എന്നിട്ട് അവർ ഒരു ദിവസം ഒരു ഡേറ്റ് കൊടുത്ത് അന്നേക്ക് ഒരു ദിവസം ഈ കഴിഞ്ഞ 11-ാം തീയതി രാവിലെ 10 മണിക്ക് എത്തിക്കോട്ടെ പറഞ്ഞു. ഇപ്പോഴത്തെ പ്രോസിക്യൂട്ടർ ഉണ്ട് വേണുഗോപാൽ, എൻ്റെ സുഹൃത്താണ്. വേണുഗോപാലിനോട് പറഞ്ഞ് നീ ഒന്ന് നിൻ്റെ സ്വാധീനം ഉപയോഗിച്ചിട്ടൊന്ന് പെട്ടെന്ന് ഓഫീസിൽ പറയണമെന്ന് പറഞ്ഞു. വേണു അപ്പം തന്നെ അടുത്ത ഇപ്പോൾ ഗിരീഷ് എന്ന് പറയുന്ന ഒരാളാണ് ലൈസൺ ഓഫീസർ. ഞാൻ നേരത്തെ ഉണ്ടായ ഓഫീസ്. ഗിരീഷിനോട് പറഞ്ഞിട്ട് ആ ശിരസ്താറോട് പറഞ്ഞപ്പോൾ 10 മണിക്ക് വന്നോട്ടെ പറഞ്ഞു. ഇവർ കൊടകുന്ന് വരേണ്ടതാണ്. കൊടകുന്ന് കാഞ്ഞങ്ങാടേക്ക് വന്ന് ഞങ്ങൾ ഒന്നിച്ച് കാസർഗോഡേക്ക് പോയി. അപ്പോൾ മീഡിയ പേഴ്സൺസെല്ലാം അവിടെ ഉണ്ട്. അപ്പോൾ ഞാൻ തിരിച്ചു വെക്കുന്നത് എനിക്ക് 11 മണിക്ക് എനിക്ക് കോടതി കയറണം. അന്ന് ആ ജില്ലാ കോടതി തന്നെ കേസുകളുണ്ട്. അപ്പോൾ അതിന് മുമ്പ് ഇവരെ ഈ സ്കള്ളെടുത്ത് കൊടുത്തിട്ട് എനിക്ക് കോടതി പോയി. പക്ഷേ എൻ്റെ 11:15 മുക്കുമ്പോൾ ഞാൻ കോടതി കഴിഞ്ഞു. ഈ 10 മണിക്ക് പോകുമ്പോൾ ശിരസ്താർ ലീവായിരുന്നു. ജൂനിയർ സൂപ്രണ്ടിൻ്റെ ചാർജ്. മൂപ്പർക്ക് കൈക്കൊരു പ്രശ്നമുണ്ട്. മൂപ്പർ പറഞ്ഞു ഞങ്ങൾ 2 ദിവസമായി തപ്പുന്നു, സ്കള്ള് പിന്നെ എവിടെ ഉണ്ടെന്ന് ഇപ്പോൾ വീട് ഒരുപാട് പ്രോപ്പർട്ടി ഉണ്ട് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇവർ കോട്ടക്കെന്ന് പറയാൻ സാർ നമുക്ക് കണ്ടുപിടിക്കാം. മാത്രമല്ല അത് ഭയങ്കരമായ വൈകാരികമായ പ്രശ്നമാണ്. ഇവർ കരയാൻ തുടങ്ങി. കാഞ്ഞങ്ങാട് വരുന്നത് മുതൽ തന്നെ ഉമ്മ കരയാൻ തുടങ്ങി ആയിഷ. അവരെ ഭയങ്കരമായ പ്രഷറുണ്ട് അവർക്ക്. പിന്നെ അവർക്ക് ശാരീരികമായ ചില അസുഖങ്ങളൊക്കെ ഇപ്പോഴുണ്ട്. അങ്ങനെ 11:45 11:50 12 മണി സമയത്താണ് അവർ പ്രോപ്പർട്ടി റൂമിൽ നിന്ന് എടുത്ത്. അപ്പോൾ ഞാൻ ശിരസ്താർ റൂമിൽ ഇവർ രണ്ടുപേരെയും കൊണ്ട് അവിടെ ഇരുന്ന് പ്രോപ്പർട്ടിയിൽ ലെഡ്ജർ ഉണ്ട്, അതിൽ ഈ തലയോട്ടി കിട്ടിപ്പോച്ചു എന്ന് ആദ്യം JS എഴുതി, അതിന് താഴെ മൊയ്ത് ഒപ്പിട്ട് ഉപ്പ ഒപ്പിട്ട് ഉമ്മ ഒപ്പിട്ട് ഐഷവും മൊയ്ത് ഒപ്പിട്ട് അതിൻ്റെ അടിയിൽ ഞാൻ ഇവർ ഐഡൻറ്റിഫൈ ചെയ്ത് ഒപ്പിട്ട്. അതൊരു ഭയങ്കരമായ. അപ്പോൾ ഈ തലയോട്ടി പൊതിഞ്ഞ പ്ലാസ്റ്റിക് കവറിന് തലയോട്ടി എടുത്താൽ മേശപ്പുറത്ത് വെച്ച് ആ ഫോട്ടോ എടുക്കാൻ പറ്റില്ല, കോടതി അകത്തായതുകൊണ്ട്. അത് ഭയങ്കരമായ ഇമോഷണൽ വല്ലാത്തൊരു ഫീലായിരുന്നു. അത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല. അന്ന് വരെ സുൽഫത്ത് ടീച്ചർ, വിജയലക്ഷ്മി, അമ്പലത്ര കുഞ്ഞികൃഷ്ണൻ, സുബൈർ പടപ്പിൽ, അങ്ങനെ ആ ആക്ഷൻ കമ്മിറ്റിയിൽ നേരത്തെ ഇല്ല. പിന്നെ അങ്ങനെ ഒരുപാട് ആൾക്കാർ സുൽഫത്ത് അവരൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവർ വല്ലാത്തൊരു ഭയങ്കരമായ വൈകാരികമായ സംഗതിയായിരുന്നു. എൻ്റെ ജൂനിയേഴ്സ് ഉണ്ടായിരുന്നു. ആ ഒരു നിമിഷം എന്ന് പറയുന്നത്, ഒരു 13 വയസ്സുള്ളൊരു മോള് കാഞ്ഞങ്ങാടേക്ക് കാസർഗോഡേക്ക് നടന്നിട്ടും ബസ്സിലും വരുന്നു. ഇവിടെ വന്നിട്ട് അവർ തിരിച്ച് ആ മോളുടെ 13 വയസ്സുള്ള പ്രായമുള്ളൊരു മോളുടെ തലയോട്ടിയായിട്ട് തിരിച്ചവർ നാട്ടിലേക്ക് പോവാണ്. അതൊരു വല്ലാത്തൊരു, എനിക്കൊന്ന് അപൂർവമല്ല, അത്യപൂർവ കേസുകളായിരിക്കും. ഒരുപക്ഷെ ഇന്ത്യൻ ജുഡീഷ്യൽ അങ്ങനത്തെ ഒരു സംഗതി ഉണ്ടായിട്ടുണ്ടാകാൻ സാധ്യതയില്ല. അവർ കാസർഗോഡ് നിന്ന് മയ്യത്ത് കുളിപ്പിക്കുക എന്നൊരു ചടങ്ങുണ്ടല്ലോ, മുസ്ലിങ്ങളെ മയ്യത്ത് കുളിപ്പിക്കുന്ന ഒരു പരിപാടിയുണ്ട്. മയ്യത്ത് കുളിപ്പിച്ച് കഫൻ ചെയ്യാന്ന് പറയും. വെള്ളത്തുണിയിൽ ബോഡി അറിയാലോ, മധുവിന് കഫൻ ചെയ്ത് മയ്യത്ത് നിസ്കരിച്ച് അവിടുന്ന് അന്ന് തന്നെ അയ്യങ്കേരി കൊടകിലേക്ക് കൊണ്ട് അന്ന് അവിടെ കബറടക്കി. അങ്ങനെ ഈ 2006 ജീവനോടെ നടന്നു വന്നയാൾ 2014 മയ്യത്തായിട്ട് തലയോട്ടി മാത്രം അവിടെ അയ്യങ്കേരി പള്ളി കിടക്കുന്നുണ്ട്. ഒരു കേരളത്തിൽ ജീവിക്കുന്ന ഒരാൾ എന്നുള്ള ആൾക്ക് ഒരർത്ഥത്തിലൊരു ചാരിതാർത്ഥ്യമാണല്ലേ, ഒരു നിരാശപ്പെടുന്നതിനപ്പുറത്ത് ഒരു നീതി വാങ്ങിച്ചു കൊടുക്കാനുള്ള. തീർച്ചയായും നമുക്കത് എല്ലാ കാലത്തും നമുക്ക് സത്യം മൂടി വെക്കാൻ കഴിയില്ല. നമ്മൾ എന്തൊക്കെ ആയാലും സത്യം പുറത്തു വരും, നീതി നടപ്പാവും. എനിക്ക് തോന്നുന്നു കേരളത്തിൽ ഇപ്പം നമ്മൾ ആ കാലത്ത് ഇപ്പം തന്നെ ജസ്ന എന്ന് പറഞ്ഞൊരു പെൺകുട്ടിയുടെ തിരോധാനം എന്തായി നമുക്കറിയില്ല. എത്രയോ കുട്ടികൾ നഷ്ടപ്പെടുന്നുണ്ട്. ഇപ്പം ഇന്ന് കേരള ചരിത്രത്തിൽ ഐഷ എന്ന് പറയുന്ന ഉമ്മാരെ സമര പോരാട്ടം രേഖപ്പെടുത്തേണ്ടതാണ്. അവർക്ക് സ്ത്രീരത്ന അവാർഡ് കൊടുക്കൂല, വനിതാ അസോസിയേഷൻ വനിതാ കമ്മീഷൻ അവാർഡ് അവർക്കില്ല, നാഷണൽ വനിതാ കമ്മീഷൻ അവർക്ക് കിട്ടൂല, ഏതെങ്കിലും സംഘടന അവർക്ക് അവാർഡ് കൊടുക്കൂല. പക്ഷേ സ്ത്രീ പോരാട്ടത്തിൽ സ്വന്തം മകൾ നഷ്ടപ്പെട്ടപ്പോൾ ഇത്ര ഇച്ഛാശക്തിയോടുകൂടി പോരാടിയ ആ അമ്മ ഉണ്ടല്ലോ, നമ്മൾ മറ്റേ ആ സിനിമയിലൊക്കെ പറയും പോലെ
പ്രപഞ്ചത്തിൻ്റെ പോരാളിയാണ് അമ്മ എന്നൊക്കെ പറയുന്ന പോലെ ആയിഷ എന്ന് പറയുന്ന ഉമ്മ വലിയ പോരാളിയാണ്. അത് നമ്മൾ എന്തൊക്കെ പറഞ്ഞാലും അവരുടെ പോരാട്ടം കൊണ്ട് മാത്രം ഉപ്പ ഒരുപക്ഷെ ഉപേക്ഷിച്ചു പോകും, ഉമ്മാക്ക് ഉപേക്ഷിക്കാൻ കഴിയും. എൻ്റെ മോളെ കിട്ടാതെ ഞാൻ പോകില്ല എന്നവർ വാശി പിടിച്ചപ്പോൾ ആ മോളെ കിട്ടിയത് തലയോട്ടിയാണെന്നുള്ളൊരു വേദന മാത്രമേ ഉള്ളൂ. ആ പോരാട്ടത്തെ ഒപ്പം ഒരു നമ്മുടെ കാലം നമ്മളെ ഏൽപ്പിച്ചൊരു ദൗത്യം എന്ന നിലയിൽ അതിൽ ആക്ടിവിസ്റ്റ് ആയിരുന്നില്ല, ആ സമരത്തിൽ പങ്കെടുത്ത ആളല്ല. ആ സമരത്തോട് മനസ്സുകൊണ്ട് ആ സമയത്ത് കൂടി ഉണ്ടാവുന്നല്ലാണ്ട് ആക്റ്റീവായി പങ്കെടുക്കാനൊന്നും പറ്റിയില്ല. പ്രാക്ടീസ് തുടങ്ങിയ സമയത്ത് കോടതിയും നമുക്ക് ഇത്ര ലെഷറായിട്ട് കഴിയില്ലല്ലോ. ഇപ്പോൾ ജൂനിയേഴ്സിനൊന്നും വെച്ച് പോകുന്ന പോലെ അന്ന് പറ്റൂല, നമ്മൾ തന്നെ കോടതിയിൽ പോകേണ്ട ഘട്ടത്തിൽ. അതുകൊണ്ട് പക്ഷേ ഒരു ദൗത്യം പോലെ കാലം നമുക്ക് ആ ഉത്തരവാദിത്വം നൽകി അത് ഭംഗിയായി നിർവഹിക്കാൻ പറ്റുന്ന വിചാരിക്കുന്നു. ഈ ഒരു കൗതുകം കൂടി ഈ കോടതികളിൽ ഇതുപോലെയുള്ള തലയോട്ടികളോ അല്ലെങ്കിൽ ശാരീരിക അവയവങ്ങളുടെയൊക്കെ എല്ലാണല്ലോ കൂടുതൽ ഉണ്ടാവുക, അത് സൂക്ഷിക്കുന്നത് എങ്ങനെയാണ്? പ്രത്യേകം കോടതിയിൽ അത് ഉണ്ടാവാറില്ല, കോടതിയുടെ ചുമതലയിൽ വരില്ല. ഇല്ല, നമ്മൾ സാധാരണ എല്ലാം സയന്റിഫിക് എക്സ്പേർട്ട് എല്ലാം റിപ്പോർട്ടുകളായിട്ട് വരിക. ഈ കേസിൽ തലയോട്ടി വന്ന കേസുകൾ എൻ്റെ അറിവിലും ഓർമ്മയിലും ഇല്ല. ഇനി ആരെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയട്ടെ. ഇതെന്ന് വെച്ചാൽ ഇതിൻ്റെ സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ട് ഇത് ഈ കുട്ടിയുടെ മുഖമാണെന്ന് കാണിക്കാൻ ടെക്നിക്ക് ഉപയോഗിച്ച് സൂപ്പർ ഇമ്പോസ് ചെയ്ത ഫോട്ടോയും ഇത് ഒന്നാന്ന് കാണിക്കാൻ വേണ്ടി തലയോട്ടി വന്നത്. സാധാരണ റിപ്പോർട്ടേ വേണ്ടു, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്, മെഡിക്കൽ റിപ്പോർട്ട്, ആ റിപ്പോർട്ടേ വേണ്ടു. അപ്പോൾ എല്ല് പൊട്ടി, എല്ലിൻ്റെ ഫോട്ടോ വേണ്ട, എല്ല് പൊട്ടിയ 326 എന്ന് പറയുന്ന വകുപ്പ് എല്ല് പൊട്ടിയ ആ റിപ്പോർട്ട് മതി. ഇന്ന സ്ഥലത്ത് പൊട്ടിയിട്ടുണ്ടെന്ന് പറയും. ഇപ്പം കൊല്ലപ്പെട്ടു, ഇന്ന സ്ഥലത്താണ് മുറിവ്, ഇന്നത്തെ അതെല്ലാം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലോ അല്ലെങ്കിൽ എക്സ്പേർട്ട് റിപ്പോർട്ടിലോ ഉണ്ടാവും. ഈ സാധനം വരാൻ കാരണം ആ തലയോട്ടി സൂപ്പർ ഇമ്പോസ് ചെയ്തിട്ടാണ് ഫോട്ടോ ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. ആ സൂപ്പർ ഇമ്പോസ് ചെയ്ത ടെക്നോളജിയും ഫോട്ടോയും കാണിക്കാൻ വേണ്ടിയാണ് ഈ തലയോട്ടി കോടതിയിൽ വന്നത്. സാധാരണഗതിയിൽ അത് ഉണ്ടാവില്ല. എന്തായാലും സഫിയയുടെ ഉമ്മ ആയിഷ എന്ന് പറയുന്ന ഉമ്മ നമുക്ക് മുന്നിലൊരു മാതൃകയായി പോരാട്ടത്തിൻ്റെ പ്രതീകമായി നിൽക്കുകയാണ്. അതിനൊപ്പം നിരവധി പേരുടെ പ്രേരണകൾ അല്ലെങ്കിൽ സഹായങ്ങൾ ഒപ്പം എല്ലാം മറന്നുകൊണ്ട് നിന്ന നിരവധി പേരുടെ പ്രയത്നവുമുണ്ട്. അതിൽ ഏറ്റവും മുന്നിൽ നിൽക്കുന്ന ഒരാളാണ് ഷുക്കൂർ വക്കീൽ. ഇത്രയും നേരം സംസാരിച്ചതിന് ന്യൂസ് എറ്റ് ഹൗസിന് വേണ്ടി നന്ദി പറയുകയാണ്. ഒപ്പം ഇനിയും ഇതുപോലുള്ള പോരാട്ടത്തിന് ശക്തി ഉണ്ടാവട്ടെ. താങ്ക് യു.